എൻ്റെ ജീവിതത്തിലുണ്ടായിട്ട് കുറേ ദൈവ അനുഭവങ്ങൾ നിങ്ങളോട് ഈ സമയത്തൊന്ന് പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും മനസ്സിലായി ഈശോ സഭയിലുണ്ട്. കർത്താവിൻ്റെ സഭ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹിസ് പ്രസൻസ് ഈസ് ഓൾവേസ് ദേർ വിത്ത് അസ്. നമുക്ക് ആ ഒരു വലിയൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അവൻ നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനെ നമ്മൾ അറിയാനും സ്നേഹിക്കാനും ആരാധിക്കാനും നമ്മൾ തയ്യാറാകണം. ആ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നൊക്കെ രാവിലെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളൊന്നും പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ പറയാം. ഇന്ന് ആളുകളുണ്ടായ കർത്താവിന്റെ വലിയ ഇടപെടലുകളെ കുറിച്ച് പറയാൻ ആഗ്രഹത്തില്ല. സൗഖ്യത്തിന്റെ മേഖല, ഒരു വിടുതലിന്റെ മേഖല ഒരു അനുഭവങ്ങൾ പറയാൻ പോവാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു 2-3 മാസം പോയി എനിക്ക് ഫെബ്രുവരി മാസത്തിൽ നടന്ന പ്രധാനപ്പെട്ട രണ്ട് കൺവെൻഷനുകളിൽ ഒന്ന് മറൈൻ ഡ്രൈവ് ബൈബിൾ കൺവെൻഷൻ ആയിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന വലിയൊരു കൂട്ടായ്മയായിരുന്നു. സൂപ്പർ, ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വലിയ വിടുതലിന്റെ വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായിരുന്നു. വലിയൊരു അഭിഷേകമായിട്ട് മാറി. സഭയുടെ തന്നെ ഒരു സീറോ മലബാർ സഭയുടെ മാത്രമല്ല, മറ്റെല്ലാ സഭകളുടെയും കൂടി ഒരു കൂട്ടായ്മയോട് കൂടിയുള്ളൊരു ശുശ്രൂഷയായിരുന്നു. വളരെ പവർഫുൾ ആയ ശുശ്രൂഷയായിരുന്നു. കർത്താവ് വളരെ അനുഗ്രഹിച്ചു. അടുത്ത വർഷവും ഞാൻ തന്നെ ചെയ്യണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ വലിയൊരു പദ്ധതി തമ്പുരാൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഒരു കോളേജ് പ്രൊഫസറായ ഒരു ലേഡി, ഷി വാസ് അണ്ടർഗോയിങ് ത്രൂ എ മെഡിക്കേഷൻ. അതായത് ആൾക്ക് ക്യാൻസർ വന്നിട്ട് വളരെ സീരിയസ് ആണ്. വളരെ സീരിയസ്. ആൾക്ക് സംസാരിക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആയിട്ട് കിടക്കുകയായിരുന്നു. ഇയാളെ എടുത്തുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ പ്രൊഫസേഴ്സാണ്, കോളേജ് പ്രൊഫസേഴ്സും. അങ്ങനെയുള്ള നല്ല വലിയ ഫാമിലി, നല്ലൊരു ഫാമിലി. പക്ഷെ നല്ല ദൈവവിശ്വാസമുള്ള, എളിമയുള്ളൊരു ഫാമിലി, വിശ്വാസമുള്ള, ദൈവമുണ്ടെന്ന് വിശ്വാസമുള്ളൊരു ഫാമിലി. പ്രൈസ് ദി ലോർഡ്. സംഭവിച്ചത്, അവിടെ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് തൊട്ടു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. തളർന്നു കിടന്ന ഈ വ്യക്തി എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആളെ കംപ്ലീറ്റ് എഴുന്നേറ്റു. ആ നിമിഷം സംസാരിക്കാതെ കടന്നിരുന്ന ഈ വ്യക്തി സംസാരിച്ചു തുടങ്ങി. എല്ലാം കർത്താവ് ഒരു 5 മിനിറ്റ് എടുത്ത് 2-3 മിനിറ്റ് കൊണ്ട് ഒരു പറ്റം കർത്താവ് കൃപയും ഒഴുക്കി കൊടുത്തുകൊണ്ട് ആളിനെ രക്ഷപ്പെടുത്തി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിങ്ങനെ ഡെലിവറൻസ് പ്രെയർ കൊടുത്തുകൊണ്ട് സമയത്താണ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ പുറകിൽ ഇങ്ങനെ ഒരു വലിയ ഹാളുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഞങ്ങൾ അച്ഛന്മാരും എല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് കർത്താവ് ഇടപെട്ടത്. ആ സമയത്ത് അവിടെ വന്നൊരു 10-30-40ഓളം മേജർ രോഗികളെ കർത്താവ് ആ സമയം തന്നെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഒരു വിവിഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ഒരു അനുഭവമായിരുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ ദിവസങ്ങളുണ്ടായ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു ഫാമിലി വളരെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരാളുടെ ഒരു ഡ്രൈവറാണ്. വളരെ പ്രധാന VIP ആയ ഒരാൾ ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ആ ധ്യാനത്തിന് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പാവങ്ങളാണ്. പക്ഷെ വലിയൊരു വേദനയിലായിരുന്നു ആ കുടുംബത്തിന്റെ വേദന വെച്ചാൽ അവരുടെ മോള് ഒരു മുസ്ലിം യുവാവിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാനായിട്ട് തീരുമാനം ഉറപ്പിച്ച് എല്ലാം ഫിക്സ്ഡ് ആക്കി കഴിഞ്ഞു. അപ്പനും അമ്മയും ഒക്കെ എല്ലാം വിട്ടെറിഞ്ഞ് കൊച്ചു പോവുകയാണ്. ആകെ തകർന്ന ഈ അപ്പനും അമ്മയും പാവങ്ങളാവര്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളാന്നുള്ള ചിന്തയൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ഞാൻ എപ്പോഴും ബൈബിള് പഠിക്കുമ്പോൾ ഒരു കാണാൻ പറ്റും, ദൈവം അനുഗ്രഹിക്കുന്നത് എളിമയുള്ളവരെ മാത്രമാണ്. പ്രഭാഷകന്റെ പുസ്തകം 3:18-19 ഉണ്ട്. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് തീരും. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, ദാനിയേലെ ശരിയായത് അറിയാൻ വേണ്ടി നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. സർവ്വപ്രഥമ യേശുവേ നന്ദി. ഇവിടേക്കും ദൈവമക്കളെ, എനിക്ക് നിങ്ങളൊട്ട് കാര്യമേ പറയാറുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തരുന്നു ഞാൻ ആരോടൊന്നും ചോദിക്കാറില്ല. പ്രത്യേകിച്ച് ഒരു ഫീഡ്ബാക്കുകൾ ഒരിടത്തെ കുറിച്ച് ചോദിക്കാറില്ല. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. എന്തെല്ലാം അറിഞ്ഞെങ്കിലും ജീവിക്കുന്നവനായ ദൈവത്തെ നീ തൊട്ടറിഞ്ഞിട്ടില്ലെങ്കിൽ നീ വട്ടപൂജ്യോ. എന്തെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെല്ലാം നേടിയിട്ടുണ്ടെങ്കിലും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിനെ നീ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അനുഭവിച്ചില്ലെങ്കിൽ നീ വട്ടപൂജ്യമാണ്. ബിഗ് ഫിഗർ. യേശുവേ നന്ദി. സർവ്വത്തെ ഹല്ലേലൂയ. അതുകൊണ്ട്
ഏറ്റവും കൂടുതൽ അറിയേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചൊരു സംഭവം. ഞാൻ മുമ്പിലത്തെ സംഭവത്തിന്റെ ബാക്കി ഞാൻ പറയും. ഞാൻ ഒത്തിരി പഠിക്കുന്ന ആളായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. എന്നെ ഞങ്ങൾ പറയാൻ പാടില്ല, എന്നിരുന്നാൽ ഒരു ഒരു റാഷണലിസ്റ്റ് മൈൻഡായിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഫിലോസഫിയിലൊക്കെ ഞാൻ ടോപ്പ് റാങ്ക് മാർക്കായിരുന്നു. യേശുവേ നന്ദി. സറണ്ടർ ചെയ്തിട്ടാണെന്ന് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ബുദ്ധിയിലും യുക്തിയിലും ചിന്തിച്ചുകൊണ്ട് കാലഘട്ടത്തിൽ എൻ്റെ ഒരു ആത്മസുഹൃത്തായ ചെമ്മാച്ചൻ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആൾ പാവമാണ്, ആൾക്ക് വലിയ വിദ്യാഭ്യാസം, അത് വലിയ മാർക്കൊന്നുമില്ല. ആൾക്കൊരു 40% മാക്സിമം കിട്ടുകയാണ്. ആളാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഹി വാസ് മൈ ക്ലോസ് ഫ്രണ്ട്. ആളെന്നെ ഒത്തിരി സ്നേഹിക്കും, ആളെനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കും. ചെമ്മാച്ച വളരെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറയും, ഈശോ അറിയണം, യു ഷുഡ് നോ ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഈശോയിലാണ്. നമ്മളതാണല്ലോ, നമ്മൾ ഒത്തിരി പറയാറുണ്ട് നമ്മൾ ഈശോയിലാണ്, പക്ഷേ നമ്മൾ ഈശോയിലല്ലത്. അപ്പൊ അങ്ങനെ ഇരിക്കും. ഇവന് ഒരു 6 മാസം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. 6 മാസം ഞങ്ങൾ ഉച്ച കഴിഞ്ഞുള്ള ഇന്റർവെൽ ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്നെങ്കിൽ ചാപ്പലില് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സെമിനാരിയുടെ കോമ്പൗണ്ടിന്റെ ഏതെങ്കിലും കോർണറിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും. ഒരു ജപമാല ചൊല്ലും. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു, നമുക്കൊരു പ്രയർ ഗ്രൂപ്പിൽ പോകണം. അവിടെ വലിയ കൃപയാ, പരിശുദ്ധാത്മാവിന്റെ വചനം മാത്രമേ ഉള്ളൂ. നല്ലൊരു കൃപയുള്ള സ്ഥലമാണ്, വളരെ പവർഫുൾ ആണ്, സഭയുടേതാണ്, എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞു ഓക്കെ, ദൈവം അനുവദിക്കുമ്പോൾ നമുക്ക് പോകാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ കസിൻ അവിടെ പ്രയർ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവരും അവരുടെ വൈഫും കൂടെ, രണ്ടുപേരും ഹസ്ബൻഡും വൈഫും കൂടെ വന്നിട്ട് ഞങ്ങളെ കാറിൽ കയറ്റിക്കൊണ്ട്, സെമിനാരിൽ നിന്ന് കയറ്റിക്കൊണ്ട് ഈ പ്രയർ ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോവുക. ഈ പോകുന്ന വഴിയിൽ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന പോകുന്ന വഴിയിൽ ഉണ്ടായ ഒറ്റ സംഭവമാണ്. പോകുന്ന വഴിയിൽ ഇവര് വേറെ ലോകത്തിൻ്റെതായ ഒരു കാര്യം സംസാരിക്കില്ല, ഒരു കാര്യം സംസാരിക്കുന്ന അവര് ഈശോയുടെ വചനം മാത്രമേ പറയുള്ളൂ. വചനമല്ലാത്ത വേറൊരു കാര്യം സംസാരിക്കില്ല, താല്പര്യമില്ല അവർക്ക്. അപ്പൊ അവര് യാത്ര ചെയ്തൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കുടുംബനാഥ ആ മകളിങ്ങനെ ബൈബിൾ എടുത്ത് വായിക്കുകയാണ്. ബൈബിൾ വായിക്കുമ്പോൾ ഒരു വചനം വായിച്ചു. 1 കൊരിന്ത്യസ് 2:2. അതായത്, ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് അപ്പോസ്തലൻ, സഭയില് ഏറ്റവും ഉയർന്ന പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇതിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ ദേഹത്തും മനസ്സിലും ആത്മാവിലും എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു തീ വീണതാണോ, മഴ പെയ്തിറങ്ങിയതാണോ, കരണ്ടടിച്ചതാണോ എന്തെന്നറിഞ്ഞുള്ളൊരു വലിയ സംഭവം നടക്കുകയാണ്. I started to cry. കരയാൻ തുടങ്ങി. ഞാൻ ഒറ്റ ചിന്തയുള്ളൂ. ഞാൻ എൻ്റെ സെമിനാരി പഠിക്കുമ്പോൾ ലൈബ്രറിയുടെ ഞാൻ പുസ്തകം ഇപ്പോഴും പുസ്തകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ കിട്ടിയാലും ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കും. ലോകത്തിലെല്ലാം പഠിക്കണം, സയൻസ് പഠിക്കണം, തിയോളജി പഠിക്കണം, ഫിലോസഫിക്കൽ ബുക്സുകൾ വായിക്കണം, അതുപോലെ അതുപോലെ ഒത്തിരി ബുക്സുകൾ, ഒരുപാട് സംഭവങ്ങൾ വായിക്കണം. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. എൻസൈക്ലോപ്പീഡിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാം ഇങ്ങനെ റെഫർ ചെയ്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാം അറിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം എന്നിങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്നത് എന്നോട് പറയുക, നീ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, ക്രൂശിതനായ യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ട കാര്യമില്ല എന്ന് വചനം വന്നപ്പോൾ എന്റെ ജീവിതത്തെ അതാകെ മാറ്റി. ഞാൻ ഒറ്റ ചോദ്യം ആരോ എന്നോട് ചോദിക്കുന്നത്, നീ എല്ലാം പഠിച്ചു കഴിഞ്ഞു, പക്ഷെ നീ യേശുവിനെ അറിഞ്ഞു? നീ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ടോപ്പ് റാങ്ക് മാർക്കുണ്ട്, പക്ഷേ ജീവിക്കുന്ന ഒരു ദൈവമായ യേശു ക്രിസ്തു ഉണ്ട്. ആ യേശുവിൽ നീ കണ്ടുമുട്ടിയോ? പലരും കണ്ടുമുട്ടിയോ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നീ കണ്ടുമുട്ടിയോ? യു ദ പേഴ്സൺ. യേശുവിനെ The answer was very sudden. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല,
ഞാൻ ഉത്തരം ഇല്ലില്ല, ഞാൻ കാര്യമെല്ലാം കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പലരും പറയുന്ന അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അപ്പൊ അടുത്ത ചോദ്യം നിനക്ക് പിന്നെ എങ്ങനെ വൈദികനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും? കാരണം യേശുവിനെ അനുഭവിക്കാതെ എങ്ങനെ യേശുവിനെ കൊടുക്കാൻ പറ്റും? യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാതെ എങ്ങനെ യേശുവിന് സാക്ഷിയാകാൻ പറ്റും? ഞാൻ കരയാൻ തുടങ്ങി. സത്യം പറയാൻ ഞാൻ കരയാണ്. അപ്പൊ എന്റെ പോക്കറ്റിൽ ഞാൻ ടവലെടുത്തിട്ട് ഞാനത് തുടയ്ക്കുന്നു. എനിക്കറിയില്ല. പിന്നെ അവർ അതുപോലെ ബൈബിൾ എന്തൊക്കെ പറയുന്നുണ്ട്, ഞാനൊന്നും കേൾക്കുന്നില്ല. 1 മണിക്കൂർ പിന്നെ ആ കാറിലിടുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ മീ. അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ എന്താ ചിന്തിക്കുന്നോ എന്ത് സംഭവിക്കുന്നു അറിഞ്ഞുകൂടാ. അങ്ങനെ പ്രയർ ഗ്രൂപ്പിൽ ചെന്നു. നല്ലൊരു പ്രയർ ഗ്രൂപ്പാണ്. എല്ലാം തന്നെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. ഡോക്ടേഴ്സും അഡ്വക്കേറ്റ്സ്, എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ളവരാണ് കൂടുതൽ അതിനകത്തുള്ളത്. അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, എല്ലാം ഉണ്ട്. നല്ല പ്രയർ ഗ്രൂപ്പ്, നല്ല ക്വാളിറ്റിയുള്ള ഗ്രൂപ്പാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഏറ്റവും പുറകിൽ ഒരു കസേര എടുത്ത് മാറ്റിയിട്ട്, ഇങ്ങനെ ഗ്രൂപ്പിൽ അവിടെ മാറി ഒരു കസേര മാറ്റിയിട്ടിട്ട് ഞാൻ തനിച്ചവിടെ പോയിരുന്നു. അപ്പൊ എന്നോട് എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ധ്യാനിപ്പിക്കുന്ന ആളിനെ കാണണ്ടേ, എല്ലാവരും കാണണ്ടേ, ഒന്ന് അവരത് കണ്ടിച്ചു പോകും. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കോ ഇന്നൊന്നും തോന്നുന്നില്ല, എനിക്കാവുന്നില്ല. പ്രസലോഷ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഏറ്റവും ബാക്കിലൊരു മൂലയിൽ പോയിരുന്നു. എനിക്ക് എൻ്റെ ആത്മാവിൽ ഇങ്ങനെ പറയും, നീ യേശുവിനെ അറിഞ്ഞോ? അറിഞ്ഞിട്ടില്ല, അറിയണം. അപ്പൊ എന്നോട് പറയുന്നത് കേൾക്കുക, നീ വചനം എടുത്ത് വായിക്കുക, റീഡ് ബൈബിൾ, വചനം പഠിക്കുക. പ്രൊഫസർ പറയും ഹല്ലേലൂയ. അപ്പൊ എന്റെ മനസ്സുകൊണ്ട് മറ്റൊരു വചനം പരിശുദ്ധമോ കൂട്ടിക്കൊണ്ട് വന്നു. ഫിലിപ്പി ലേഖനം 3:7-8. അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, ദ വിസ്ഡം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയേറിയതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുന്നു. ഞാനത് വെറും കുപ്പയായിട്ട് കാണുന്നു, വേറെ ഒന്നുമില്ലാത്തത്. അത് ലോകത്തെ കുറിച്ചുള്ള എല്ലാം 0 ആയിട്ട് കാണുന്നു. സത്യം പറഞ്ഞ ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ലോകരാജ്യങ്ങളിൽ പോകണമെന്ന് എനിക്കൊരു താല്പര്യമൊന്നുമില്ല. ആത്മാക്കളെ നേടണമെന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളൂ. പ്രസിലോഷ് അതെവിടെയായാലും പോയി ശുശ്രൂഷ ചെയ്താലും ആത്മാക്കളെ കർത്താവിന് നേടിയെടുക്കണമെന്നല്ലാണ്ട് ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ ഒരു വാച്ച് സുഖം അനുഭവിക്കും, എനിക്കത് ആഗ്രഹമില്ല. പൗലോസ് പറയുന്ന പോലെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയേറിയതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കാണും. ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കാണാൻ തുടങ്ങി. അവിടെ ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ ഇരുന്നു. വൈകുന്നേരമായപ്പോൾ അവന്റെ സ്നേഹിതൻ പറഞ്ഞു, നമുക്ക് തിരിച്ച് നമ്മൾ ബസ്സിനാ പോകുന്നു, അവര് കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. നമ്മൾ ഓക്കെ പോയേക്കാം. തിരിച്ച് ഞാൻ ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറുമ്പോൾ എന്നിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങി. സാധാരണ ബസ്സിൽ കയറുമ്പോൾ നമ്മൾ കയറി നമുക്കുള്ള സീറ്റ് കണ്ടുപിടിച്ച് കയറിയിരിക്കുന്ന ഒരാളാണ്. എത്രയും പെട്ടെന്ന് എന്റെ ഭാഗം ക്ലിയർ ആകണം, എനിക്കിരിക്കണം, എന്റെ കസേര, അല്ലാണ്ട് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടോ അതിന് വലിയ പ്രാധാന്യമൊന്നും നമുക്കില്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വഭാവം. പക്ഷേ വണ്ടി കയറി ഞാൻ ഇരുന്നു. സീറ്റൊരു ഫ്രീ ഉണ്ട്. ഇരുന്നപ്പോഴാണ്ടേ ഒരാൾ വരുന്നത് കണ്ടപ്പം ഞാൻ എഴുന്നേറ്റ് കൊടുക്കുന്നു. പ്രസലോഷ് ഞാൻ ആൾക്ക് സീറ്റ് കൊടുക്കുന്നു, ഞാൻ നിൽക്കുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരൻ വാട്ട് ആർ യു ഡൂയിങ്? പ്രസലോഷ് വാട്ട് ആർ യു ഡൂയിങ്? എന്താ ചെയ്യുന്നത്? എന്താ ഇത്? ഐ ഡോണ്ട് നോ, സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ മീ. എന്റെ ഉള്ളില് എന്തോ ആത്മാവ്. എനിക്ക് മനസ്സിലായി, സ്വാർത്ഥതയൊക്കെ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവ് നിറയാത്തവൻ സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂ. സ്വന്തം സുഖം, സ്വന്തം ഭാര്യയ്ക്കുള്ള സുഖമല്ല, ഭർത്താവിന് സുഖമല്ല, മക്കളുടെ സുഖമല്ല, എന്റെ സുഖം. അടുത്തുള്ളവരുടെ സുഖമല്ല, എന്റെ സാറ്റിസ്ഫാക്ഷൻ, എന്റെ ഹാപ്പിനെസ്. യേശുവേ നന്ദി. ഇതതിൽ മാറി എന്റെ ഉള്ളിൽ മാറ്റം വന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ വണ്ടി തൂങ്ങി പിടിച്ചോണ്ട മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയിലൊട്ടെത്തി. എന്റെ അറിവിൽ എവിടെയോ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. നീ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം, നീ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം. യു ഹാവ് ടു ബിക്കം ആൻ അനദർ ക്രൈസ്റ്റ്. ഇത് മനസ്സിലോട്ട് കയറി വരികയാണ്. വളരെ ശാന്തനാണ് ഞാൻ. അപ്പൊ എന്റെ സ്നേഹിതന്റെ മുഖത്ത് സംതിങ് ഹാപ്പൻ. പറ. ഞാൻ ഒന്നുമില്ല.
ഒന്നുമില്ല. പക്ഷെ എന്തൊരു വലിയ മാറ്റം കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ധ്യാനവും കൂടിയിട്ടില്ല, പ്രൈസ് ദി ലോർഡ്. ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു വചനം, കർത്താവിന്റെ ജീവിക്കുന്ന വചനം, കർത്താവിന്റെ ജീവിക്കുന്ന, അതായത് പൗലോസ്ലീഹ, ഏറ്റവും വലിയ അപ്പസ്തോലനായ പൗലോസ്ലീഹ, സഭയെ നയിക്കുന്ന പൗലോസ്ലീഹ, അപ്പസ്തോലനായ പ്രമുഖനായ പൗലോസ്ലീഹ, ഗമാലിയേൽ എന്ന് പറഞ്ഞ വലിയൊരു പ്രൊഫസറിന്റെ ശിഷ്യനായിട്ട് കഴിഞ്ഞിരുന്ന പൗലോസ്ലീഹ, നല്ല യഹൂദനായിരുന്ന വ്യക്തി, പരിസയനായിരുന്ന വ്യക്തി, ഹെബ്രായനായിരുന്ന വ്യക്തി, റിച്ച് ആയിരുന്ന ഫാമിലിയിൽപ്പെട്ട വ്യക്തി, നല്ല കഴിവുള്ള വ്യക്തി, നല്ല ബുദ്ധിമാനായ വ്യക്തി, ഒന്നിനൊരു കുറവില്ലാത്തൊരു വ്യക്തി, റോമൻ സിറ്റിസൺ ആയ വ്യക്തി. ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിസൺഷിപ്പ് പറഞ്ഞത് റോമൻ സിറ്റിസൺഷിപ്പ്. റോമനായ വ്യക്തി, ആ വ്യക്തി പറയാ, ഇത് മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചു. ആർക്കു വേണ്ടി? യേശുവിന്. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, യേശു ക്രിസ്തു എന്ന വ്യക്തി, ഉച്ചിതനായ വ്യക്തി, എല്ലാത്തിനേക്കാളും വലുതാകയാൽ ഞാൻ ബാക്കി മുഴുവൻ ഞാൻ കളഞ്ഞു, ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പൗലോസിന്റെ ആ അനുഭവം, റോമൻ സിറ്റിസൺഷിപ്പ് പോലെ. എനിക്കത് നത്തിങ് ഫോർ മീ, എനിക്കൊന്നുമല്ലത്. എല്ലാത്തിനും വലുതാരായി യേശു ക്രിസ്തു. ഇവിടെ നിൽക്കുന്ന എത്ര മക്കൾക്ക് വലതുകരം ചങ്കി വെച്ചുകൊണ്ട് പറയാൻ പറ്റും, ഞാൻ എന്റെ ജീവിതത്തിൽ വലുത് യേശു ക്രിസ്തു ആണെന്ന്? എത്ര ദൈവമക്കൾക്ക് വലതുകരം ചങ്കി വെച്ചിട്ട് പറയാൻ പറ്റും, ഞാൻ എല്ലാത്തിനേക്കാളും, എനിക്കുള്ള സമ്പത്തിനേക്കാളും, എനിക്കുള്ള ജോലിയേക്കാളും, എനിക്കുള്ള പേരിനേക്കാളും, പെരിനേക്കാളും, ആഠ്യത്തിനേക്കാളും, കുടുംബ മഹിമയേക്കാളും, എനിക്കുള്ള സിറ്റിസൺഷിപ്പിനേക്കാളും വലുതെന്റെ യേശു ക്രിസ്തുവാണെന്ന് പറയുന്നവൻ മാത്രമാണ് ക്രിസ്ത്യാനി. കൈകളടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്തേ. ഉച്ചത്തില് 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 ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഏത് കാര്യത്തെ ചൊല്ലിയാകട്ടെ, സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തകരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തകർന്നു പോകാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകളുണ്ട്, തകർന്നു പോകുന്നു, എല്ലാത്തിനും തകർച്ചയുടെ മനോഭാവം കൊണ്ട് നിങ്ങൾ വീക്ഷിക്കുന്നുവെങ്കിൽ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി തന്റെ സഹനങ്ങളെ മുഴുവൻ കാണുന്നത് കർത്താവിന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത ആൾ ഉയർന്നു നിൽക്കുന്നത്, ആൾ നിശ്ചന. ഞാനിന്ന് വലിയൊരു ധനികനാണ്. ഞാൻ വലിയൊരു ധനികൻ തന്നെ. ഐ എം എ റിച്ച് പേഴ്സൺ. എനിക്ക് നന്നായിട്ടറിയാം. അത് മറ്റൊരു ഒരിച്ചല്ല, എന്റെ ദൈവമായ കർത്താവ് റിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയുമ്പോൾ ഉണ്ടാകുന്ന റിച്ച്നെസ് ഉണ്ട്. അത് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല, ഒരിക്കലും അത് ഗ്രഹിക്കാൻ പറ്റിയല്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ നഷ്ടമായിട്ടും ഗുപ്പയായിട്ടും വലിച്ചെറിഞ്ഞു. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ സെമിനാരി കയറുമ്പോൾ ഞാൻ വന്നു, വൈകിട്ട് 6 മണി കഴിഞ്ഞപ്പോൾ എത്തി. ഞാൻ നേരെ വാഷ് ചെയ്തിട്ട് നേരെ ചാപ്പലിൽ പോയി. ഞാൻ തനിച്ചിരുന്ന് ഇങ്ങനെ ബൈബിൾ ഒന്ന് വായിക്കുക. ഐ എം റീഡിങ് ദ ബൈബിൾ വായിക്കുമ്പോൾ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കുമ്പോൾ ഓരോ വചനങ്ങളും എൻ്റെ ആത്മാവിൽ ഇങ്ങനെ പരിശുദ്ധ ആത്മാവ് എടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന എനിക്ക് തോന്നി. തിരിച്ച് ഞാൻ കയറുമ്പോൾ ഞാൻ പിന്നെ എൻ്റെ മുറി ചെല്ലുന്നു. അപ്പൊ എൻ്റെ സ്നേഹിതം ഞാൻ പറഞ്ഞു, എന്തോ എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്താ സംഭവിച്ചിരിക്കുന്നത്. കർത്താവിന്റെ പദ്ധതിയുണ്ട്. എനിക്ക് ഈശോ മതി, എനിക്ക് ഈശോ അല്ലാതെ വേറൊന്നും വേണ്ട. എനിക്ക് ആരും വേണ്ട, ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. ആരും അംഗീകരിച്ചില്ലെങ്കിലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. ആരും അക്സെപ്റ്റ് ചെയ്ത് നസ്രായനായ യേശു ക്രിസ്തു അവൻ കൂടെ ഉണ്ട്. പിന്നെ വേറെ ആരുടെയും, അതായത് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഭൂമിയിലുള്ള 8-10 തിരികള് അത് കെട്ടുപോയാൽ ഒന്നും ബാധിക്കുകയില്ല. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഭൂമിയിലുള്ള 10-15 മെഴുകുതിരി ഉണ്ടല്ലോ, കെട്ടുപോയാൽ ഒന്നും ബാധിക്കുകയില്ല.
ഭൂമിയിലുള്ള മെഴുകുതിരികൾ കെട്ടുപോകുമ്പോൾ അതെന്നെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്നുണ്ടെങ്കിൽ ഇതുവരെ ആയിട്ടും എൻ്റെ മുകളിൽ സൂര്യൻ ഉദിച്ചിട്ടില്ല. ഞാൻ സൂര്യന്റെ കീഴിലല്ല, ഞാൻ ഈ ചെറിയ മെഴുകുതിരി വെളിച്ചത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിരാശയിലേക്കും തകർച്ചയിലേക്കും പോകുന്നത്. അതുകൊണ്ട് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ മെഴുകുതിരി കെട്ടുപോയത് കൊണ്ട് എന്നെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. കൈകൾ അടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് പോരാ. ഉച്ചത്തില് ഇവിടേക്ക് കാണുമായിരിക്കും. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കണ്ടുമുട്ടുന്ന നമ്മുടെ മലയാള കുടുംബങ്ങൾക്ക് ഒരുപാട് കൂട്ടായ്മയ്ക്ക് ഭയങ്കരമായ അധികാരത്തിനും സ്ഥാനമാനത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടം കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ അവൻ തകർന്നു പോകും. പിന്നെ ഒരുപക്ഷെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തി വലിയൊരു പ്രശ്നക്കാരനായിട്ട് മാറും. ആ വ്യക്തി ബാക്കിയുള്ളവരെല്ലാം തീർക്കുന്ന വ്യക്തിയായിട്ട് മാറുക. അല്പം ഒരു അനേകാലം അല്പം ഒരു സ്ഥാനമാനം കിട്ടിയില്ലെങ്കിൽ ചുറ്റുമുള്ള മുഴുവൻ ആളുകളെ വെട്ടിനിരപ്പാക്കുന്ന ചില പ്രവർത്തികൾ ചെയ്യുന്ന കാണാൻ പറ്റും. അവരെ നോക്കുമ്പോൾ എനിക്ക് സിമ്പതിയുള്ളത്. കാരണം അവര് ജീവിക്കുന്ന ദൈവത്തിന്റെ ആ നീതിസൂര്യനായ തമ്പുരാന്റെ കീഴിലല്ല അവര് വളരുന്നത്. അവരാണ് നോക്കുന്നത് ഈ ചുറ്റുമുള്ള 10-15 ചെറിയ മെഴുകുതിരികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മെഴുകുതിരി കെട്ടുപോയാൽ അതോടെ ആള് തളർന്ന് താഴെപ്പോ. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു മെഴുകുതിരി മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കരുതി കഴിഞ്ഞാൽ ഉടനെ ജീവിതം തീർന്നു പോവുക. കാരണം അതാണ്, ഇത് ഒരുപാട് മക്കള് മെഴുകുതിരിയുടെ പുറകെ പോവുക. അതായത് മനുഷ്യ സ്നേഹം, മനുഷ്യന്റെ മാനുഷികമായ റെസ്പെക്റ്റുകൾ ഇതിലേക്ക് പോവുക. ഒന്ന് പിടിച്ചു നിൽക്കല്ലേ മക്കളെ. നീതിസൂര്യനായ കർത്താവിന്റെ ആ പ്രകാശത്തിന്റെ കീഴിൽ വസിക്കുന്നവന് അവനൊരു ഇട്ടുമില്ല. അത് ഈശോ പറഞ്ഞത് യോഹന്നാൻ സുവിശേഷം 8:10-12, ഞാൻ ലോകത്തിന്റെ പ്രകാശമാ, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചം അവന്റെ മേൽ എന്നും ഉണ്ടായിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. എപ്പോഴും എന്റെ പഠനവുമായി ബന്ധപ്പെട്ട് പോകും, അല്ലാണ്ട് വല്ല തീസിസുകളോ അസൈൻമെന്റ്സ് നടത്താൻ വേണ്ടി പോകും. ബാക്കി സമയം ഞാൻ എന്റെ ബൈബിൾ എടുത്ത് തുറന്നു നോക്കാൻ തുടങ്ങി, ഓരോന്നും വായിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്റെ ആത്മാവിലേക്ക് ജീവൻ ഒഴുകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഏകദേശം ഒരു 15-20 ദിവസം കൊണ്ട് 2000-ലധികം ദൈവവചനം ഞാൻ കാണാപ്പാഠം പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. 2000-ലധികം ദൈവവചനം ഞാൻ കാണാപ്പാഠം പഠിച്ചു. ഞാൻ പറയും, ഞാൻ കാണാപ്പാഠം പഠിച്ചതല്ല, പരിശുദ്ധാത്മാവ് എന്നെ അത് പഠിപ്പിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ബുദ്ധിജീവികൾ ഒരുപാടുണ്ടല്ലോ. നിങ്ങൾക്ക് ലോകത്തിലെ എല്ലാ കാര്യവും കാണാപ്പാഠം പഠിക്കാം, പക്ഷെ ബൈബിൾ കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല. വേഗം കാണാപ്പാഠം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. യു വിൽ ഗെറ്റ് മെമ്മറി, പക്ഷെ യു വോണ്ട് ഗെറ്റ് മെമ്മറി. ബൈബിൾ പഠിച്ച മെമ്മറി കിട്ടത്തില്ല, ഓർമ്മ വരികയില്ലത്. 2 ദിവസം കിട്ടും, 3-ാം ദിവസം വീണ്ടും മറന്നു പോവത്, സംഖ്യ മറന്നു പോകും. കൃത്യം അതാണത്, സംശയം വരും. ആം ഐ റൈറ്റ്? യെസ് ഓർ യെസ് ഓർ യെസ്. എത്ര മെമ്മറിയുള്ള നിങ്ങളുടെ കുട്ടിക്ക് ഫുൾ A+ ആയിരിക്കട്ടെ, ടോപ്പ് റാങ്കർ ആകട്ടെ, പക്ഷെ ബൈബിൾ ഓർമ്മിക്കാൻ പറ്റിയല്ല. ബൈബിൾ ഓർമ്മിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാതെ ബൈബിൾ പഠിക്കാൻ പറ്റിയല്ല. യേശുവേ നന്ദി. യോഹന്നാൻ 3:27-28, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുക സാധ്യമല്ല. പരിശുദ്ധാത്മാവ് അറിയാതെ കിട്ടിയത് അരൂപിയുടെ പ്രവർത്തനത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇറ്റ്സ് എ ഗിഫ്റ്റ്. ബൈബിൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുള്ളൂ. ഞാൻ കണ്ടു ചില ആളുകൾ എഴുതിയെല്ലാം പഠിക്കും, പക്ഷെ അല്പം കഴിയുമ്പോൾ മുഴുവൻ മറന്നുപോകും. ഇതെന്താ വെച്ചാൽ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, വെച്ചാൽ പറ്റുന്നില്ല. തിരിച്ച് മറിച്ചൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, ബൈബിള് മാത്രം ഓർമ്മയിൽ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നെനിക്ക് ആകെ ഓർമ്മയിൽ കിട്ടുന്ന എന്തുണ്ടെങ്കിൽ അത് ദൈവവചനം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് ഭയങ്കര. അങ്ങനെ ഈശോ എന്നെ 2000-ഓളം വചനം പഠിപ്പിച്ചു. എന്നിട്ട് എൻ്റെ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്ത് ഞാൻ പോയിരിക്കാൻ തുടങ്ങി. ഒരു ഗുരുശിഷ്യ ബന്ധം പോലെ ഇരുന്ന് ഞാൻ വചനം ഇങ്ങനെ കേൾക്കും, ശ്രദ്ധിച്ച് കേൾക്കും. ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ആരാണെന്ന് പഠിക്കാൻ തുടങ്ങി. അരൂപിയുടെ തലങ്ങൾ പഠിച്ചു. ലോകത്തിന്റെ കുറിച്ച് ദൈവിക ജ്ഞാനം കൊണ്ട് നിറയാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ഓഫ് വിസ്ഡം കർത്താവ് എനിക്ക് തന്നു.
പൈശാചിക ശക്തികളുടെ മേഖല അത് കർത്താവ് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നു. ഇതിങ്ങനൊരു മേഖലയുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ വചനത്തെ ഞാൻ അംഗീകരിച്ചോളപ്പോൾ അന്ന് പറഞ്ഞു, ഞാൻ തന്നെ എല്ലാ കാര്യവും പഠിപ്പിക്കും. ആ നാളുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു ശുശ്രൂഷയ്ക്കായിട്ട് മംഗലാപുരത്ത് പോയി. മംഗലാപുരത്ത് ചെന്നപ്പോൾ ഒരു കൺവെൻഷനാണ്. ശരിക്കും ഞാൻ പോകുന്നത് ധ്യാനിപ്പിക്കാനല്ല, ഞാൻ ചമ്മാച്ചനാ. ഞാൻ വെറുതെ കൂട്ടിന് പോയെന്ന് മാത്രം. ഒരു കൗൺസിലിംഗ് പോലും നടത്തിയിട്ടില്ല, ഒരു വചന ക്ലാസ് പോലും എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ പോയിരിക്കുക. അപ്പോൾ എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞേ, ആളുകൾ ഒത്തിരി ഉണ്ട്, ചമ്മാച്ചനും കൗൺസിലിംഗ് നടത്താവോ? ഞാൻ പറഞ്ഞു, ഞാൻ നടത്തണമെങ്കിൽ നടത്താം, എനിക്കറിയില്ല. പരിശുദ്ധാത്മാവെന്ന് അയച്ചോളൂ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവ് നന്ദി. വചനം അറിയാം, നമ്മൾ വചനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, രാത്രിയും പകരം കിട്ടുന്നുണ്ട്. രാത്രി 1 മണി 2 മണിക്കൊക്കെ എന്നെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും, വചനം വായിക്കാൻ പറയും. വായിക്കുമ്പോൾ ഹൃദയത്തിൽ നിറയും. എന്നോട് പറഞ്ഞിട്ടുണ്ട്, വചനം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കെല്ലാം കാണാൻ പറ്റും, രഹസ്യങ്ങൾ അറിയാൻ പറ്റും, എല്ലാ മേഖലയും വെളിപ്പെട്ട് കിട്ടും, എല്ലാ മേഖലയും തുറന്നു കിട്ടും. കൊളോസസ് 4:2 ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കണം. വചനം നിറഞ്ഞു കഴിയുമ്പോൾ ഹെബ്രായ 4:13 ഒന്നിനും മറഞ്ഞിരിക്കാനാവില്ല. ഞാനീ പറയുന്നത് ഈ കൂട്ടത്തില് യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവർക്ക് മാത്രമേ സന്തോഷം കിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഭയങ്കര വിഷമായിരിക്കും. യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവർക്ക് മാത്രമേ വചനം കേൾക്കുമ്പോൾ ആനന്ദം കിട്ടുള്ളൂ. ലോകത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവർക്ക് അച്ഛനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമായിരിക്കും കേട്ടോ. അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ എഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട്. യേശുവേ നന്ദി. ശബ്ദമേർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് 1 കൊരിന്തോസിന്റെ 2-ാം അധ്യായത്തിൽ 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ശ്രദ്ധിക്കണം. ലുക്ക് അറ്റ് മീ, പ്ലീസ് ലുക്ക് അറ്റ് മീ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനെ സ്വീകരിക്കുന്നു. വചനം പറയുക, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുകയില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ച് അറിയുന്നു, അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ് അറിയുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ്. ഞങ്ങളൊക്കെ ശുശ്രൂഷ നടത്തുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞുള്ള ശുശ്രൂഷ ചെയ്ത് യേശുവേ നന്ദി. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ശുശ്രൂഷ. പഴയ നിയമത്തിലെ ദാവീദിനെ കുറിച്ച് പറയുന്ന പോലെ, ജസയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ജസയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ, അത് എന്റെ മനസ്സറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന, അതാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കൗൺസിലിങ്ങിന് ഇരിക്കണം. അങ്ങനെ ഞാൻ ഇരിക്കാൻ തുടങ്ങി. ഇരിക്കുമ്പോൾ ഒരു 50ഓളം വയസ്സ് പ്രായമുള്ള സ്ത്രീ കൗൺസിലിങ്ങിനായിട്ട് കയറി വരിക. ഒരു 25 അടി 30 അടി വെച്ച് ഒരൊറ്റ അലരച്ച, യേശുവേ നകന്നു പോകണമേ എന്ന് പറഞ്ഞുകൊണ്ട്, യേശുവേ നകന്നു പോകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അലച്ചു തല്ലി നിലത്തോട്ട് തങ്ങു വീണു. എന്റെ ആത്മീയ ഗുരു പറഞ്ഞിരുന്നു, വചനം നിറയുമ്പോൾ യേശുവാ നിറയുന്നത്. കാരണം യേശു ആരാ പറഞ്ഞേ? വചനമാണെന്ന്. യേശു വചനമാണ്. വചനം നിറയുമ്പോൾ നമ്മൾ ആര് നിറയുന്നു? യേശു നിറയുന്നു. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയ.
ഹല്ലേലൂയ. യോഹന്നാൻ 6:60 ഈശോ വചനം പറഞ്ഞപ്പോൾ കേട്ടുകൊടുത്ത് കുറെ പേര് പറഞ്ഞു, ഇത് ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കും? പ്രൈസ് ദി ലോർഡ്. ഇത് ഗ്രഹിക്കാൻ ആർക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈശോയെ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈശോ 12 പേരോടായിട്ട് പറഞ്ഞു, നിങ്ങളും പോകുന്നില്ലേ എന്ന് പറയുമ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്നിലാണല്ലോ ഉള്ളത്, നീയാണ് സത്യദൈവമെന്ന് ഞങ്ങൾ അറിയുകയും ഏറ്റുപറയുകയും ചെയ്തു. മക്കൾ, ഒരു കാര്യം ഓർത്തോണേ, ആരും വിഷമിക്കേണ്ട. യേശുവിനെ അറിയണമെങ്കിൽ, യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ ദൈവകൃപ വേണം. പ്രൈസ് ദി ലോർഡ്. വിളി കിട്ടാതെ ഒരൊറ്റ വ്യക്തിക്ക് യേശുവിനെ അറിയാനാവില്ല. ഒരൊറ്റ വ്യക്തിക്കും പറ്റുകയില്ല. അതാരാഗ്രഹിച്ചാലും നടക്കില്ല. എഴുതി വെച്ചിട്ടുണ്ടത് യോഹന്നാൻ 6:44, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരുന്നില്ല. യോഹന്നാൻ 6:65 പറയുന്നുണ്ട്, എന്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എന്റെ അടുക്കിലേക്ക് വരാനാവില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 20 വരെയുള്ള വചനത്തിൽ കാണാൻ പറ്റും. അതായത് പത്രോസിനോട് ഈശോ പറയുക, പത്രോസ് വിളിച്ചു പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ അല്ലെ. വെറും 30 വയസ്സുകാരനായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് വിളിച്ചു പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിഹായാവുന്നു, ക്രിസ്തുവാണെന്നൊന്ന് പറയണമെങ്കിൽ അവൻ ആ ഡിസേൺമെന്റ് കിട്ടില്ല. എവിടുന്ന? ഫോളോ മീ ഓർ നോട്ട്? യെസ് ഓർ നോ? 30 വയസ്സുകാരനായ ചെറുപ്പക്കാരനായ ആ യേശു ക്രിസ്തുവിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നീ ജീവനുള്ള, ബാക്കി പറ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താ? പത്രോസേ, മാംസരക്തങ്ങൾ അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. കുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പിതാവായ ദൈവം വെളിപ്പെടുത്താതെ നിനക്ക് ഈശോ അനുഭവിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയില്ലാതെ പറ്റില്ലത്. കൈകളടിച്ച് കണ്ടാ നന്ദി പറഞ്ഞേ. ഉച്ചത്തില് ഉറക്കെ കൈയടിക്കാമോ? കൈകൾ ഉയർത്തി കൈയടിക്കാമോ? ബന്ധനം കഴിയട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ചേ. ഒന്ന് സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 24-25, അവൻ അശുദ്ധാത്മാ ബാധിച്ച് ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നിശബ്ദനായിരിക്കും, എന്ന് പുറത്തു പോകാൻ പറയും. ഇതുപോലെ വചനം നമ്മളിൽ നിറയുമ്പോഴാണ് ആര് നിറയുന്നത്? ഈശോ നിറയുന്നത്. ഈശോ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ തിന്മയുടെ അരൂപികൾക്കും എല്ലാം ദ്വേഷറിയാം. ആർക്കറിയാം? കൃത്യം അറിയാം, സംഭവം അറിയാം. ഉടനെ അല്ലറി ഈ സ്ത്രീ അങ്ങ് വീണു. എനിക്ക് സത്യം പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കാരണം ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം എനിക്കൊന്നും അറിയത്തില്ല. ആളുകളെല്ലാം അങ്ങോട്ട് വട്ടം കൂടി. അപ്പോൾ എൻ്റെ ആത്മീയഗുരു പറഞ്ഞു, അപ്പോൾ അവിടെ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം. അവരെന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പൊ ഞാൻ ഒരു കാര്യം, ആളിനെ എടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവിടെ ചെറിയൊരു മുറിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ടുള്ള ആരാധന നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആ മുറിയിലോട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന ഒരു മുറിയാ, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഈ സ്ത്രീ അവരെ പിടിച്ചു കെട്ടി 5-10 പേര് കൂടി പിടിച്ച് അവിടെ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ അവിടുത്തെ അച്ഛന്മാരെല്ലാം ഓടിയെത്തി. 4 അച്ഛന്മാരുണ്ട്, കുറെ ആളുകൾ ഇതിനകത്ത്, ഒരു 10-15 പേരോളം ഇതിനകത്തുണ്ട്. എല്ലാവരും ഇത് എന്താണെന്നറിയുന്നത്. ഇതങ്ങ് വീണു. അടുത്ത നിമിഷം ഞാൻ കണ്ട കാര്യം, ഞങ്ങളെല്ലാം കണ്ട കാര്യം, ഈ ഇരിക്കുന്ന നിങ്ങൾ ആരും വിശ്വസിക്കാൻ കൃപ കിട്ടിയവർക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അറിഞ്ഞവർക്ക് മാത്രമേ അടുത്തത് അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആർക്കും ഇതാവില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഭവിച്ചത്, ഈ സ്ത്രീ ഇങ്ങനെ കമന്ന് കുർബാന മുമ്പിൽ കിടക്കുമ്പോൾ ഈ വ്യക്തിയുടെ തലമുടി
ഞാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ തലമുടി അങ്ങൊരു കൊമ്പ് പോലെ ഒരടിയെങ്കിലും ഉയർന്ന് നേരെ ഇങ്ങോട്ട് പൊങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇതതുപോലെ അങ്ങ് റിലീസായി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ മുഴുവൻ നേരെ കാണുകയാ. എൻ്റെ ഈശോ എന്നെ പഠിപ്പിച്ചൊരു ദിവസമായിരുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് നേരെ എൻ്റെ മുഴുവൻ സംശയങ്ങളും മാറ്റിക്കൊണ്ട് ആത്മാവ് എന്നിൽ പ്രവർത്തിച്ചൊരു സമയമായിരുന്നത്. അത്ഭുതത്തോടെ ഞാൻ കുർബാനയെ ആരാധിച്ചു. കുർബാനയുടെ മുമ്പിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എൻ്റെ കാരണം പരിശുദ്ധ കുർബാനയിൽ ആരുണ്ട്? ഉത്തിതനായ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. വചനത്തിലും കുർബാനയിലും ഒരുപോലെ ഈശോ ജീവനോടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനത്തിലും പരിശുദ്ധ കുർബാനയിലും ഈശോ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ കണ്ടു. ഞാൻ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്ത്രീ തനിയെ എഴുന്നേറ്റു. ആള് കന്നഡക്കാരെത്തിയ. അപ്പൊ ഞാൻ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, സംസാരിച്ചേ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. പറഞ്ഞു എന്തെന്ന് അറിഞ്ഞുകൂടാ, ശരീരത്തിന്റെ മുഴുവൻ ഭാരം എന്തോ പോയിട്ട് പറന്നു പോകുന്നതിനിപ്പോ. ഞാൻ എന്താ ചോദിക്കുക? വീണ്ടും ചോദിച്ചപ്പോഴാ ആളൊരു വലിയ രോഗിയായിരുന്ന വ്യക്തിയാ. നടക്കാനൊന്നും പറ്റത്തില്ല, കയ്യും കാലും നീര് വെച്ച് ചങ്ക് മുഴുവൻ അസ്വസ്ഥതപ്പെട്ട് മുഴുവൻ കടന്നിരുന്നത്. ആ സ്ത്രീയെ ആ നിമിഷം കർത്താവ് സുഖപ്പെടുത്തി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ ശക്തി കംപ്ലീറ്റ് ആയിട്ട് സുഖപ്പെട്ടു. ആ റിലീസ് കഥയല്ല. നടക്കരയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് കഥ കാണാനല്ല, കഥകളി കാണാനും അല്ല. യേശുവേ നന്ദി. അങ്ങനെ ആളുകൾ വരുമോ? യേശുവേ നന്ദി. അങ്ങനെ ആളുകൾ വരും? ഇല്ല, ഒരിക്കലും വരില്ല. പരിശുദ്ധാത്മാവ് അവിടെ ഓരോ സെക്കൻഡിൽ ഇത് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിൽ ഒരു നിയമമുണ്ട്, എളിമയുള്ള. അത് ഞാൻ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ ചിലപ്പം ദൈവം ഇടപെടണമെന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവം ഇടപെടുന്നു. ബൈബിൾ മുഴുവനും തെരഞ്ഞെടുപ്പ്, മൊത്തം തെരഞ്ഞെടുപ്പാ. ബൈബിളിന്റെ 1-ാമത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെയാണ് തെരഞ്ഞെടുപ്പ്. അവസാന കാലഘട്ടത്തില് ദൈവം തന്നെ ദൂതന്മാരെ ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് വിട്ടിട്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുന്നു പറയും. എന്നിട്ട് നെല്ലും പതിരും തമ്മിൽ വേർതിരി. അച്ഛനെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിനകത്തൊരു നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനല്ലത് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ്. അവിശ്വാസികളായ അവരുടെ മനസ്സിനെ, ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യം അല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പറയാമോ? ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കണ്ടോ? വചനം പറയും ഈ ലോകത്തിന്റെ ദേവൻ, the spirit of the world. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യം അല്ല. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിന്റെ മുഖത്ത് കൊടുത്തേ, ഉച്ചത്തിലോ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് 1 കൊറിന്തോസിന്റെ 3-ാമത്തെ അധ്യായത്തിൽ, 1 കൊറിന്തോസ് 3:18, 19, 20 വചനം പറയുകയാണ്. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം അവൻ യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ തന്നെ ഭോഷനാക്കട്ടെ. എന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ലോകത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും
ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായ കുര്യൻ ജോസഫ് സാർ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു ആത്മസുഹൃത്തും കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അദ്ദേഹം ഇപ്പോൾ ചിക്കാഗോയിലുണ്ട്. അടുത്ത ആഴ്ച കൺവെൻഷന്റെ സമയത്ത് എന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഡൽഹി കൺവെൻഷൻ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ഈ സാറിന്റെ ഒത്തിരി ചിന്തകൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ആള് ടെലിവിഷൻ കാണാറില്ല, ആള് പത്രം വായിക്കാറില്ല. യേശുവേ നന്ദി. സുപ്രീം കോടതി ജഡ്ജിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ആളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മുറി സ്വർഗ പള്ളിയാ. ബ്യൂട്ടിഫുൾ അറിയാം. മദ്യപിക്കത്തില്ല, നെവർ. പുകവലിക്കത്തില്ല, നെവർ. യേശുവേ നന്ദി. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ചിലപ്പോൾ ഒരു 3-4 കുർബാനയിൽ പങ്കെടുക്കും. ഒറ്റ ദിവസം പോലും മുടങ്ങത്തില്ല. കുർബാനയ്ക്ക് പുള്ളിക്ക് ഇഷ്ടം കുർബാനയ്ക്ക് കൂടാനാ. പറയേണ്ട ബൈബിൾ കൺവെൻഷനുകളിൽ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ ഞാനും സാറും കൂടി ഇരുന്ന് കുർബാനയില്ല. അതിനുശേഷം പള്ളി പൊതുവായിട്ടുള്ള കുർബാനയ്ക്ക് വന്ന് കുർബാനയ്ക്ക്. നന്ദി. ഇന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജസിന്റെ ചില സ്നേഹിതരൊക്കെ എനിക്ക് കുറച്ച് പേരുണ്ട്. അപ്പൊ അവര് പറയുന്നു അവരുടെ കൂട്ടത്തില് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തി ഈ വ്യക്തിയാണ്. നോർത്ത് ഇന്ത്യൻസിനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ പാർട്ടികൾക്കും എല്ലാ മതക്കാർക്കും പുള്ളിയോട് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ജഡ്ജിമെന്റ് നടന്ന തെറ്റ് വരാറില്ല. ആരൊക്കെ എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും ജഡ്ജിമെന്റിന് അത് ബാധിക്കില്ല. സത്യവും നീതിയും അതിന്റെ ധർമ്മവും അതിന്റെ കറക്റ്റായിട്ട് കൊണ്ടുപോകും. ആർക്കും പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നേരെ പോവോ നേരെ വരിക. ഏത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും. യേശുവേ നന്ദി. അദ്ദേഹത്തിന്റെ ഞാൻ ഓർക്കുക, ഞാൻ ഒരു ദിവസം അവിടെ ആയിരുന്നപ്പോൾ പുള്ളി രാവിലെ എഴുന്നേറ്റ് 3 മണിക്ക് പുള്ളി എഴുന്നേറ്റിട്ട് കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കും. എന്നിട്ട് അദ്ദേഹം തന്റെ വർക്ക് ആരംഭിക്കും. ജഡ്ജ്മെന്റെല്ലാം എഴുതണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പുറത്ത് ഇങ്ങനെ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ തിരികെ കത്തിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇദ്ദേഹം ജഡ്ജ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവേ നന്ദി. 1 രൂപ പോലും കൈക്കൂലി വേണ്ട. അങ്ങനെ പരിപാടി ഇല്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവനെ അകത്താക്കും. പുള്ളി ആളെ പിടിച്ച് അകത്തിട്ടിട്ടേ പുള്ളി പിന്നെ അടുത്ത തീരുമാനം എടുക്കുള്ളൂ. യേശുവേ നന്ദി. യേശുവേ നന്ദി. അങ്ങനെ ഫുൾ പവറാ. ഞാൻ കണ്ടുമുട്ടിയത്, ഞങ്ങള് എല്ലാവരും കണ്ടുമുട്ടി. ഞാൻ മാത്രമല്ല, ഒത്തിരി പേർ അറിയാം. ആളിനെ അടുത്തറിയാം. എ മാൻ ഓഫ് പ്രയർ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. ജീവിതത്തിൽ 1-ാം സ്ഥാനം യേശു ക്രിസ്തുവിനാ. 1-ാം സ്ഥാനം യേശു ക്രിസ്തുവിനാ. തന്റെ ബുദ്ധിയൊന്നും വലുതായിട്ട് കാണുന്നില്ല. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ മക്കള്. അതാണ് കൃപയുടെ മക്കൾ. They are the children of grace. കൃപയുടെ മക്കൾ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ബൈബിള് വായിക്കും. ആളുടെ മുറിയിൽ ജഡ്ജ്മെന്റ് നടത്തുന്ന മുറി ഇദ്ദേഹത്തിന്റെ വർക്ക് പ്ലേസ് ഉണ്ട്. അവിടെ ബൈബിൾ ഇരിക്കുകയാണ്. വായിക്കും, പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. സഭയോട് നല്ല റെസ്പെക്ട്, എല്ലാവരോടും നല്ല റെസ്പെക്ട്, എല്ലാവരും ബഹുമാനിക്കും. ഒരു പാഴ്വാക്ക് വരില്ല, ഒരു ചീത്തവാക്ക് വായിന്ന് വരില്ല. ഒറ്റ ദിവസം കുർബാന മുടങ്ങില്ല. ഒറ്റ ദിവസം കുർബാന മുടങ്ങില്ല. അപ്പൊ ഞാൻ ഓർക്കുക, ചില ആളുകൾ ദൈവം ഉയർത്തുന്നത് കാണുമ്പോൾ ആ ദൈവം ഉയർത്തുന്നതാണ്. അതിനെ ആർക്കും തകർക്കാൻ പറ്റില്ല, ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. കാരണം അത് അവർ തന്നെ വളർന്നതല്ല, ദൈവം വളർത്തുന്നതാണ്. ദൈവം വളർത്തുന്ന ജീവിതങ്ങളെ ആർക്കും തകർക്കാൻ പറ്റില്ല, ആർക്കും നശിപ്പിക്കാനും പറ്റില്ല.
യേശുവേ നന്ദി. ആരോടും പോലും സംസാരിക്കും, പാവപ്പെട്ട മനുഷ്യരോടും. ഒരു കുഴപ്പമില്ല. സർവ്വ യേശുവേ നന്ദി. സർവ്വ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കരങ്ങളിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഉച്ചത്തിൽ പോരാ. വഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ ഭോഷനാക്കട്ടെ. എന്നാൽ ഈ ലോകത്തിന്റെ ഭോഷത്വം ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് എന്താണ്? ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികൾ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റു പറയാമോ? അവൻ ബുദ്ധിശാലികളെ, ഉറക്കെ പറഞ്ഞേ, അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്നും കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഭൗതിക ബന്ധനം ബൈബിളിലെ പറയുന്നത് ദൈവം അവഗണിക്കുന്ന ഞങ്ങളുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ തമ്പുരാന്റെ കൃപ ഒഴുകലാത്തത് പ്രധാനമായും രണ്ടു തരം ആളുകളിലേക്കാണ്. ഒന്ന്, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ മക്കൾ. രണ്ട്, അഹങ്കാരമുള്ള മക്കൾ. ഇവരെ രണ്ടുപേരെ ദൈവത്തിന്റെ കൃപയുടെ വാതിക്കൽ മാറ്റി നിർത്തും. കൃപ കൊടുക്കുകയാണ്, അനുഗ്രഹം കൊടുക്കുകയാണ്, അഭിഷേകം കൊടുക്കില്ല ബുദ്ധിശാലികൾക്ക്. യേശുവേ നന്ദി. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇരിക്കുന്നതാണ് എന്നുള്ള ബോധത്തോടെ ഇരുന്നോണം കേട്ടോ. പ്രൈസ്. അല്ലാതെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത് പോലെ, വീട്ടിലിരിക്കുന്ന പോലെയോ, കടയിലിരിക്കുന്ന പോലെയോ, കച്ചവട സ്ഥലത്തിരിക്കുന്ന പോലെയോ, ഓഫീസിൽ ഇരിക്കരുത്. പ്രൈസ്. അതൊരു കൃപയുടെ ഭാഗമാണ്. പ്രൈസ്. യേശുവേ നന്ദി. പ്രൈസ്. സർവ്വത്തിൽ ഹല്ലേലൂയ. ദേവാലയത്തിരിക്കുമ്പോൾ ദേവാലയ, അതിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കുക. അതിന് കൃപ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാൻ, വിശുദ്ധമായവ അശുദ്ധിയോടെ ചെയ്യുന്നവർ അശുദ്ധരോ. അപ്പൊ ദേവാലയത്തിൽ ഇരിക്കുമ്പോഴും ദേവാലയമാണെന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലായിടത്തും നമുക്ക് എന്ത് നഷ്ടപ്പെടും? ബോധം നഷ്ടപ്പെടും. പ്രൈസ്. അപ്പനെ കാണുമ്പോൾ അപ്പനാണെന്നുള്ള ബോധം പോവും. പ്രൈസ്. അമ്മയെ കാണുമ്പോൾ അമ്മയാണെന്നുള്ള ബോധം പോവും. ഭാര്യയെ കാണുമ്പോൾ ഭാര്യയാണെന്നുള്ള ബോധം പോവും. ഭർത്താവിനെ കാണുമ്പോൾ ഭർത്താവാണെന്നുള്ള ബോധം പോവും. മക്കളെ കാണുമ്പോൾ മക്കളെ കാണും. അപ്പൊ അവിടെയെല്ലാം ബോധം പോയൊരു പള്ളി വരുമ്പോൾ പള്ളിയാണെന്നുള്ള ബോധവും പോകും. പ്രൈസ്. സർവ്വത്തിൽ യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ഇവിടെ ബുദ്ധിയിലെ ബന്ധനം, അതാണ് എഫെസസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വചനം. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സു മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. പക്ഷെ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. ഇന്ന് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ മക്കളാ കൂടുതലും വ്യഭിചാരം, സ്വയം ഭോഗം, സ്വവർഗരതികള്, ലെസ്ബിയൻ ലൈഫ്, ഹോമോസെക്ഷൽ ലൈഫ്, അത്തരം പഠനങ്ങൾ, അത്തരം സംഭവങ്ങളൊക്കെ നടക്കും. അത് ബുദ്ധിയിൽ എന്ത് നിറഞ്ഞത്? ഡാർക്ക്നെസ് ഓഫ് ദി ഇന്റലക്ട്. ബൈബിളിൽ പഠിക്കുന്നത് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടും. നോക്കണം, അവരെല്ലാം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കും. എന്നിട്ട് പറയാണ്, അവർ മനസ്സു മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. അവർക്ക് ഭോഗാസക്തി, ഭോഗാസക്തി അതിനകത്ത് വരുന്നതാണ് മദ്യപാനം, പുകവലിയ്, മയക്കുമരുന്ന്, ലഹരികള്. ഇതെല്ലാം ഭോഗാസക്തികളാണ്. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. ആമേൻ. ഈ വെള്ളം കൊടുക്കുന്നവരോട് ചെറിയൊരു ഉപദേശം പറഞ്ഞോട്ടെ. പ്രിസലോ, കുഴപ്പമൊന്നുമില്ല, സൈഡിൽ വെച്ചാൽ മതി. ഇവർ ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോളും. പ്രിസലോ, ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളും കേട്ടോ. അവിടെ വെച്ചേക്കുക, സൈഡിലൊരു ഭാഗത്തങ്ങ് വെച്ചേക്കുക. ആവശ്യം ഉണ്ടെങ്കിൽ ഒരാളോട് ഒന്ന് എടുത്തരാൻ പറഞ്ഞാൽ മതി. പ്രിസലോ, അവരെടുത്തങ്ങ് തന്ന് നിങ്ങളെ സഹായിച്ചോളും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് കോൺസെൻട്രേഷനോടുകൂടി നിങ്ങൾക്ക് വചനം കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ കുഴപ്പം അച്ഛനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കും. പ്രിസലോ, നമ്മൾ രണ്ടും രണ്ട് ദിക്കിലായിരിക്കും. പ്രിസലോഷ്, ഏതെങ്കിലും ഒരു ദിക്കിലിരിക്കാം. പ്രിസലോഷ്, രണ്ട് ദിക്കിലിരുന്നാൽ നമ്മളാകെ തലതിരിഞ്ഞു പോകും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അല്പനേരം വെള്ളം കുടിച്ചില്ലേലും മരിക്കൊന്നുമില്ല. പ്രിസലോഷ്, മരിക്കാൻ പേടിക്കൊന്നും വേണം. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. തീർച്ചയാണ് കുടിച്ചോണം, തീർച്ചയായിട്ടും കുടിച്ചോണം. അത് വെച്ചിരിക്കുന്ന നല്ലതിനാണ്. അപ്പൊ അടുത്തൊന്ന് സഹായിക്കാൻ പറഞ്ഞാൽ മതി, അവിടെ ഉള്ളൊന്ന് സഹായിച്ചു കൊടുത്തേക്കണം. പ്രിസലോഷ്, അപ്പൊ അവിടെ നിൽക്കുന്നവരൊന്ന് സഹായിച്ചു കൊടുത്താൽ മതി, ഈസി ആയിരിക്കും. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. രണ്ട് കാര്യം ശ്രദ്ധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒന്ന് കൈകൾ അടിച്ച് കത്താൻ നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ. ഉച്ചത്തില് 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 കെട്ട കഴിയട്ടെ, ബന്ധന കഴിയട്ടെ, ബന്ധന കഴിയട്ടെ, കെട്ട കഴിയട്ടെ. ആമേൻ, ആമേൻ. ഒരു വചനം കൂടെ ശ്രദ്ധിച്ചു. അപ്പൊ ഈ ബുദ്ധിയിൽ അന്ധകാരാണെന്ന് പിള്ളേർ ബുദ്ധി സയൻസ് പഠിച്ചുകൂടി എല്ലാം പറഞ്ഞു. സയൻസ് ആണ് കറക്റ്റ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ബയോളജിയാണ് കറക്റ്റ്, മെഡിസിൻ ആണ് കറക്റ്റ്. പക്ഷെ സത്യം പറഞ്ഞ അവർ കറക്റ്റ് അല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ എന്റെ സ്നേഹിതരായ ഡോക്ടേഴ്സ് വഴിയാണ്. പ്രിസലോഷ്, പല ഡോക്ടർമാരും മരുന്നെല്ലാം കൊടുത്ത് പൈസ എല്ലാം വാങ്ങിച്ചു കഴിയുമ്പോൾ പ്രിസലോഷ്, മക്കൾ ഇനി ഒരു രക്ഷയില്ല, ഇനി നിങ്ങൾ ദൈവത്തെ വിളിക്കും. പ്രിസലോഷ്, ആദ്യം പറഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിലെ പൈസ നമ്മുടെ കയ്യിൽ ഇരുന്നേനെ. പ്രിസലോഷ്, യേശുവേ നന്ദി. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. എനിക്കുള്ള ഒരു 100-400ഓളം ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. എന്തൊരു ദൈവവിശ്വാസം നിങ്ങൾക്കെന്നറിയാം. പ്രിസലോഷ്, പേടിച്ചാണ് ഈ ശുശ്രൂഷ ജോലി ചെയ്യുന്നത്. അവര് പറഞ്ഞ അച്ഛ ഇത് ഒരു കണക്കൂട്ടാ. പ്രിസലോഷ്, എല്ലാരും ഓർത്തുകൊണ്ടിരിക്കും ഞങ്ങള് ദൈവങ്ങളാണെന്നാ. പ്രിസലോഷ്, പക്ഷെ ഞങ്ങളൊന്നുമല്ല. പ്രിസലോഷ്, അവരൊന്നുമല്ല. അവർ പറയുന്ന കാര്യമാണ്. എനിക്ക് നല്ലൊരു കൂട്ടായ്മയുണ്ട്, ഡോക്ടേഴ്സ് ഗ്രൂപ്പ്, ഇന്റർനാഷണൽ ഗ്രൂപ്പാട്ടോ. പ്രിസലോഷ്, ഇടയ്ക്ക് ഞങ്ങൾ കൂടാറുണ്ട്. പ്രിസലോഷ്, ഇപ്പൊ ഒത്തിരി നാളെ കൂടിട്ട്, കാരണം എന്റെ തിരക്കുണ്ട്, അവരുടെ കുഴപ്പം കൊണ്ടല്ല. പ്രിസലോഷ്, കാരണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് പറയാനൊന്നുമില്ല. എനിക്കൊരു സയന്റിസ്റ്റിന്റെ ഗ്രൂപ്പുണ്ട്. ഡോക്ടർ ജിമ്മി എന്ന് പറയുന്ന ആറ്റമിക് എനർജിയിലെ ഇന്ത്യയുടെ സീനിയറായ സയന്റിസ്റ്റ് ഒരിക്കൽ എന്നോട് പറയാ, അച്ഛാ ആളുകൾക്കെല്ലാം ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷെ ആളുകൾ അത് അംഗീകരിക്കില്ല. അവരോർക്കുന്നു സയന്റിസ്റ്റാണ് ദൈവമെന്ന്. പക്ഷെ സയന്റിസ്റ്റ് സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുവേ നന്ദി. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കുട്ടികൾക്കൊക്കെ പറ്റി നമ്മുടെ സ്കൂളുകൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ, എല്ലാ രാജ്യങ്ങളിലും തന്നെ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ചില ഇൻഫർമേഷൻസ് ആർ റോങ്, അബ്സല്യൂട്ട്ലി റോങ്. പക്ഷെ പിശാചിന് നല്ല ബുദ്ധിയുണ്ട്. ബൈബിള് പറയുന്നത് അവൻ ബുദ്ധിമാനാണെന്ന് പറയുന്നത്. അവൻ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ സംസാരിക്കും. ബുദ്ധിപൂർവ്വം പറയും ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുത്ത് അതിനെ അങ്ങ് സ്ഥിരീകരിക്കും. ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് പച്ചയില് ബൈബിള് പിടിച്ചോളാം. ഞാൻ പറയുന്നത് നുണ പറയാൻ പറ്റില്ല, ഒരിക്കലും പറയില്ല. എനിക്കറിയാവുന്നൊരു പയ്യൻ, അവന് ഹോമോസെക്ഷന്റെ അഡിക്ഷൻ ആയിരുന്നു വ്യക്തി. അത് ശരിക്കും പറഞ്ഞ ആരാന്ന് പറഞ്ഞ ഒരു കേരളത്തിലൊരു ഒന്നാന്തരൊരു ഡാൻസ് മാഷ. പ്രിസലോഷ്, ഇയാള് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പെണ്ണാന്നേ തോന്നുള്ളൂ. പ്രിസലോഷ്, ഈ ഡാൻസ് മാഷ ഒരു പ്രത്യേക നടപ്പ് എടുപ്പൊക്കെ അങ്ങനെ, സംസാരവും സ്വരമൊക്കെ എങ്ങനെയാ, സ്ത്രൈണഭാവം കൂടുതലാണ്. പ്രിസലോഷ്, ഫീമെയിൽ നേച്ചർ കൂടുതലാണ് ഇയാളുടെ. ആൾ ഹോമോസെക്സ് ആണ്, ഭയങ്കര അഡിക്റ്റ് ആണ്, ആക്ക് വേറൊന്നുമില്ല. ഈ ആള് ധ്യാനം കൂടാൻ വേണ്ടി വന്നു. യേശുവേ നന്ദി. ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ആള് കേട്ടു. കർത്താവിന്റെ വചനം ആ വ്യക്തിയിൽ ആഞ്ഞ് തറച്ചു കയറി. അവസാന സമയത്ത് ഈ മനുഷ്യൻ തലയ്ക്ക് വെച്ച് യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോ നിലത്തോട്ട് വീണു. കുറെ നേരം കണ്ട് എഴുന്നേക്കുന്നില്ല, ആനമ്പളം തെളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല. അപ്പൊ എന്നോട് അച്ഛാ, ആളുകൾ വെച്ച് വെച്ചാൽ എന്തെങ്കിലും പറ്റിക്കാവോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, പേടിക്കണ്ട, കാത്തിരിക്കാം. പ്രിസലോഷ്, യേശുവേ നന്ദി.
കുറേ കൂടെ വാച്ചാൽ നമുക്ക് ആളിന്ന് ആശുപത്രിയിൽ എത്തിച്ചാലോ. ഞാൻ പറയാം കൊണ്ടുപോകും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഈശോയ്ക്ക് കാണിച്ചിരുന്നുണ്ട്. ആളുപേരെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ടു. കാരണം അങ്ങനെയാ, ഈ സ്പിരിറ്റ് അങ്ങ് പോയി കഴിയുമ്പോൾ ആള് മരിച്ചവനെ പോലെ. ബൈബിൾ അങ്ങനെയുണ്ടേ. ബിക്കംസ് ഡാറ്റ്, മരിച്ചയാളിനെ പോലെ ആവുകയെ. BP എല്ലാം ഡൗൺ ആവുകയെ. ആളങ്ങ് ഭയങ്കര വീക്കാവും, അനങ്ങത്തില്ല, കൈകാലൊന്നും അനക്കാൻ പറ്റില്ല. ഒരു ട്രിപ്പൊക്കെ ഇട്ടു കൊണ്ടുവന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞു. ആ വ്യക്തിയിൽ നിന്ന് ഹോമോസെക്സ് എന്നുള്ള കോൺസെപ്റ്റും പോയി, ആ ഒരു ബന്ധനവും പോയി, ആ അശുദ്ധിയും പോയി. ഇപ്പോൾ നോർമലായ വ്യക്തിയായിട്ട് ജീവിക്കുക. പക്ക നോർമൽ. ഞാനോട് പറഞ്ഞു, ഡാൻസ് ഒരുപാട് നിർത്തിയേക്കണം. നിർത്തിയേക്കാച്ച പരിപാടി നിർത്തിയ ആള് നല്ലൊരു ഫാമിലി ലൈഫ് നയിക്കുന്നു. ഇപ്പം നല്ലൊരു ഫാമിലി ലൈഫ് നയിക്കുന്നു. നല്ലൊരു ഫാമിലി ലൈഫ്. മിക്കവാറും എല്ലാ മാസവും 2 മാസമെങ്കിലും കൂടുമ്പോൾ ആൾ കൂടി എത്തും എൻ്റെ അടുത്ത് വരും പ്രാർത്ഥിക്കാൻ വേണ്ടി. നല്ലൊരു കുടുംബ ജീവിതം. എനിക്ക് ഈ ലോകത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാവേണ്ടത് അവൻ തന്നെ ഭോഷനാകട്ടെ. എന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ദൈവം ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. കൈകളടിച്ച് കർത്താവ് പറയട്ടെ ഉച്ചത്തില്. നന്ദി. ഒരിക്കൽ ധ്യാന സെന്റർ ഉണ്ടായ മറ്റൊരു സംഭവം, ഒരു മദ്യപാനിയായ ഒരു വ്യക്തി, അഡിക്ഷനാ. എനിക്ക് നാളെ 15 വയസ്സൊട്ട് കൂടി തുടങ്ങിയത്. എൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്ക് ഒരു 50-52 വയസ്സ് പ്രായമുണ്ട്. കല്യാണം കഴിച്ചു. 2-3 മക്കളുണ്ട്. കോഴിക്കോടിനപ്പുറത്താണ് ആളുടെ താമസ സ്ഥലം, വീട് കണ്ണൂരിനടുത്ത്. അപ്പോൾ ഇങ്ങനെ ഇയാള് താമസിച്ചുകൊണ്ടിരിക്കെ ഇയാള് ഭയങ്കര കുട്ടീനായി മാറി. ഡെയിലി ആള് മദ്യപിക്കാതെ അതൊക്കെ ഉറങ്ങാൻ പറ്റത്തില്ല. ആള് ഒത്തിരി പ്രശ്നക്കാരനായി ആളെ കൊണ്ട് ചികിത്സിക്കാൻ കൊണ്ടുപോയി. ഒരു 4-5 ഡി അഡിക്ഷൻ സെന്റർ, ആലുവയിലുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിലാണ് അവസാനം കൊണ്ട് കിടത്തിയത്. മരുന്ന് കൊടുക്കും, 1-2 ആഴ്ച പിടിച്ചു നിൽക്കും, വീണ്ടും ആള് പഴയ കയത്തിലോട്ടങ്ങ് തള്ളി വീഴുക. ഒരു രക്ഷയില്ല, ആർക്കൊന്നും ചെയ്യാനാവില്ല. ആളുടെ ഫസ്റ്റ് കസിൻസ് ആയ 1-2 പേര് ഈ ഡെന്റിസ്റ്റ് ഡോക്ടേഴ്സാണ്. അപ്പൊ അവരെല്ലാം പ്രയറിലുള്ളവര്, അവരെനിക്കറിയാവുന്നവര്. അവരെന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഇവനെ ഒന്ന് കൊണ്ടുപോട്ടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആള് എങ്ങനെയുണ്ട്? ആള് ഭയങ്കര വയലന്റ്, ഒരു പ്രശ്നമാണ്, വീട് മുഴുവൻ തീർന്നു. എന്ത് ചെയ്യണം പറഞ്ഞു. വലിയൊരു ബിസിനസ്സൊക്കെ ഉണ്ടായി, എല്ലാം നശിപ്പിച്ചു, മുഴുവൻ തീർത്തച്ച, ഇനി ഒന്നും ഇല്ല, എല്ലാം തീർന്നു, സമാധാനം പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ധ്യാനത്തിന് കൊണ്ടുവന്നു. ഒരു ശനിയാഴ്ച വൈകിട്ട് ഈ മനുഷ്യനെ കൊണ്ടുവന്നു. കുടിച്ചോണ്ടാ വരുന്നത്. കാരണം ആൾക്ക് കുടിക്കാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുടിച്ചിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. വൈകിട്ട് ഒരു ധ്യാനം തുടങ്ങി. പക്ഷെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആൾ അസ്വസ്ഥനായി, ആരും കാണാതെ മതിൽ ചാടിപ്പോയി. യേശുവേ നന്ദി. എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞു, എന്നെ വിളിച്ചു, അച്ഛാ ആളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യണം? ഞാൻ പറഞ്ഞു, എന്താ? ഞാൻ പറഞ്ഞാൽ കൊണ്ടുവരണ്ട. അല്ല അച്ഛാ, ഒന്ന് പ്ലീസ് അച്ഛാ. ഞാൻ പറഞ്ഞ, ആള് പ്രശ്നക്കാരനാണ്, എനിക്ക് മദ്യപിച്ച ഒരാൾ ക്ലാസ്സിൽ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ആളിനെ വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു, പറ്റില്ല. അവരോട് പറഞ്ഞു, അച്ഛാ എങ്ങനെയും ഒന്ന് സഹായിക്കോ? എന്നാ പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ അത്ര അത്യാവശ്യമാണെങ്കിൽ കൊണ്ടുപോവാ. ഇങ്ങനെ ഒത്തിരി കലാപരിപാടി നടക്കുന്ന, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോണം. വിശ്വാസികളായിട്ടല്ല, അവർ ദൈവത്തിന്റെ മക്കൾ തന്നെയാ, തമ്പുരാന്റെ മക്കൾ തന്നെയാ, ദൈവത്തിന്റെ മക്കൾ തന്നെയാ. പക്ഷെ നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ആൾക്കാരിൽ നിന്ന് പോകരുത്. യേശുവേ നന്ദി, യേശുവേ നന്ദി. അവിടെ ഇവിടെയൊക്കെ പല കാര്യങ്ങളും നടക്കും.
അങ്ങോട്ട് അത് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. സ്ഥലമടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കൈകൾ വിളിച്ച് കഥ നന്ദി പറഞ്ഞേ. പോരാ പോരാ പോരാ, ഉറക്കെ ഉച്ചത്തില് ഉച്ചത്തില്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്ഥലമടുത്ത് പറഞ്ഞ് യേശുവേ നന്ദി, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഇവര് വൈകുന്നേരം വന്നു. ശ്രദ്ധിച്ചേക്കണം, ഇത് തമാശല്ല, വെരി സീരിയസ്, വെരി 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 വെരി. ഇന്ന് ആർക്കും അറിയത്തില്ലാത്ത വലിയൊരു സീരിയസ്നെസ് ആണ് ഞാൻ പറയാൻ പോവാ. ലോകം മുഴുവനിലുള്ള ഒരു തകർച്ചയുടെ മേഖലയാണ്, എല്ലായിടത്തും കാണാം. അപ്പൊ ഈ മനുഷ്യനെ പിറ്റേ ദിവസം ഒരു പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. ആള് ധ്യാനത്തിന് കയറിയിരുന്നു. ആളിങ്ങനെ ഇടയ്ക്ക് എഴുന്നേറ്റ് ഏതാണ്ട് ചുമ്മാ തന്നെ ഇത് സംസാരിക്കും. ഒരു മാനസിക രോഗിയെ പോലെ തന്നെ ആള് പെരുമാറുന്നു. ഒരു രക്ഷയില്ല. വളരെ വളരെ അസ്വസ്ഥനാണ്. ചുമ്മാ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകും, പുറത്ത് പോയിട്ട് വരും, ഒടിക്കും, ഒന്നും കേൾക്കത്തില്ല. ആളിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നോക്കണം. ആൾ കംപ്ലീറ്റ് മദ്യം കഴിച്ച് ബ്രെയിൻ കംപ്ലീറ്റ് ആളുടെ പോയി. മണിക്കൂറിലെത്തിയപ്പോൾ എല്ലാം കൊണ്ട് കുമ്പസാരിപ്പിക്കുന്നുണ്ട്. കുമ്പസാരമൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അതിന്റെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു പ്രകാരത്തിൽ ആള് കുമ്പസാരമൊക്കെ നടത്തി. ലാസ്റ്റ് സമയത്ത് ഇങ്ങനെയാണെങ്കിൽ കുർബാനയ്ക്ക് കയറിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഡെലിവറൻസ് പറയാം. ബൈബിളിൽ ഈശോ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ബൈബിൾ ഈശോ പറഞ്ഞ് നിങ്ങൾ കേൾക്കാവുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് ഈശോ പറയുന്നത് മാത്രം വിശ്വസിക്കുള്ളൂ. മനുഷ്യരും അത് കേൾക്കത്തില്ല. ഡെലിവറൻസ് പ്രയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാളങ്ങ് ഇളകി വയലന്റായി. അടുത്തുനിന്ന് കസേരയൊക്കെ മറിച്ചിട്ട് ആളങ്ങ് ഭയങ്കര ബഹളായി. ബഹളം കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം എന്ത് ശബ്ദം വെക്കുക. സാധാരണ ആ സമയത്ത് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവര് പറഞ്ഞേനെ, അച്ഛാ ഇത് വിത്ഡ്രോവൽ സിൻഡ്രോം ആണ് കാണിക്കുന്നത്. പ്രശ്നം മദ്യം നിർത്തുമ്പോൾ ശരീരം വിറയ്ക്കും, ആള് ഹലൂസിനേഷൻ കാണിക്കും. പ്രശ്നം ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ സംഭവങ്ങൾ അച്ഛാ കാണിക്കുന്നത് എന്നേ ബുദ്ധിജീവികൾ പറയുള്ളൂ. കാരണം അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പഠനം. നമുക്ക് കിട്ടിയിരിക്കുന്ന പഠനം അങ്ങനെയാണ്. അതാണ് റൈറ്റ് എന്നുള്ളതാണ്. സൈക്കോളജിക്കലാണെങ്കിലും അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള വ്യക്തിയായാലും ശരി, അഡിക്ഷനെ കുറിച്ചുള്ള മേഖല പഠിച്ചിട്ടുള്ളത്, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമേഷൻ. എങ്ങനെയാ ഫോർമേഷനെ കുഴപ്പം. ക്രിസ്തു നമുക്ക് ഫോർമേഷൻ തന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ അനർത്ഥങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകില്ലായിരുന്നു. ക്രിസ്തു ആയിരിക്കണമായിരുന്നു എൻ്റെ ടീച്ചർ. പക്ഷെ നമുക്ക് വേണ്ടല്ലോ, യേശു അല്ലല്ലോ നമ്മുടെ ടീച്ചർ. നമ്മുടെ ടീച്ചർ മറ്റു പലരും അല്ലേ. അപ്പൊ ഞാനിങ്ങനെ എന്ത് ചെയ്യണം ഞാൻ ആലോചിച്ചിട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ യേശു പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ആളെ സൈഡിലോട്ട് മാറ്റി ഇരുത്താൻ പറയണ്ട. അപ്പൊ 2-3 പ്രേക്ഷകർ കൂടെ മുറുകെ പിടിച്ച് മനുഷ്യനെ ഭിത്തി സൈഡിൽ കൊണ്ടിരുത്തി. അപ്പൊ ഭിത്തിക്കെട്ട് കയറി മനുഷ്യനെ ഇട്ടിക്കുക. അപ്പൊ ആളെ പുറകോട്ട് കൊണ്ട് ബാക്കി കൊണ്ടിരുത്താൻ പറഞ്ഞു. ബാക്കി കൊണ്ട് അപ്പൊ കാറുന്നൊക്കെ ശബ്ദം ഇടും. പാസ്റ്റർ അവിടെ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉടനെ അച്ഛൻ ഒരു സീരിയസ് ആണ്, ആൾക്ക് ഉടനെ അച്ഛൻ ഇഞ്ചക്ഷൻ കൊടുപ്പിച്ച് പറ്റൂ, അല്ലെ ആളെ സഡക്ഷൻ മെഡിസിൻ കൊടുക്കണം, ഉടനെ ആളെ ലെവൽ ചെയ്യണമെന്ന് പറഞ്ഞേ. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. അവിടെ എടുത്തി കുർബാന കഴിഞ്ഞു, കൈവ് പ്രാർത്ഥന നടക്കുക, പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥന നടക്കുക. ആൾക്കൂടി പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യം തന്നെ പുറകോട്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ആൾക്കൊന്നും പറഞ്ഞ ആളെ ലോകത്തല്ല നിൽക്കുന്നു, അതൊക്കെ വിളിക്കുന്നു, ഒക്കെ ശബ്ദം ഇടുന്നുണ്ട്. അപ്പൊ ശരീരം നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്, ഇളകി മറിയുക. അപ്പൊ ആ സമയം ഞാൻ യേശുനാമത്തിൽ ബന്ധിക്കുന്നത് പ്രാർത്ഥിച്ചു, പരിത്താല വെച്ചു. എന്നിട്ട് അത് നിന്നൊന്നുമില്ല, അന്നപ്പോഴും ഇങ്ങനെ കറക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആ ശുശ്രൂഷ പറഞ്ഞ ആളെ എടുത്ത് എന്റെ മുറിലോട്ട് കൊണ്ടുപോരെ. ഞാൻ പറഞ്ഞ ആളുകൾ കിടക്കുന്നിടത്തോട്ട് കൊണ്ടുപോകണ്ട, കാരണം ഇനി ആൾക്കാർക്ക് എനിക്ക് കിടക്കാൻ മേലാത്ത അവസ്ഥ. ഇയാൾ ഭയങ്കര ബഹളമാണ്. ഞാൻ പറയാം എന്റെ മുറിലോട്ട് കൊണ്ടുപോയി എത്തിക്കോ. അപ്പൊ അവരെന്റെ മുറിലോട്ട് ആളിനെ കൊണ്ടുപോയി. അപ്പൊ ശുശ്രൂഷ കഴിഞ്ഞ് എന്റെ മുറി ചെന്നു. ഞാൻ ചെന്നപ്പോ ഇയാൾ അവിടെ ഇങ്ങനെ കസേരയിൽപ്പെട്ട് ശബ്ദം ഇടുന്നുണ്ട്. ആൾക്കൊന്നും അറിയില്ല ഏത് ലോകത്താണെന്ന് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്ന് വിശ്വാസത്തോടെ ഉപയോഗിച്ച അത്ഭുതം. അതായത് സഭ മാമോസ കൊടുക്കുന്നതും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവ് വരുന്നില്ലേ? വൈദികൻ കാസയുടെയും പിലാസയുടെയും മേൽ കൈവച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുമ്പോൾ ഈശോയുടെ ശരീരത്തായിട്ടൊന്നും മാറുന്നില്ലേ? വിശ്വാസം പോയല്ലേ? അഹങ്കാരം കൊണ്ടെല്ലാം പോയി. ബുദ്ധി കിട്ടിക്കുന്ന ചില പഠനങ്ങളുണ്ടല്ലോ, നെഗറ്റീവ് പഠനം ഒത്തിരി കയറി പോയിട്ടുണ്ട്. പ്രാർത്ഥിച്ചേന്
എന്നിട്ട് ഞാൻ പതുക്കെ ഞാൻ താമസിക്കുന്നത് വേറെ സ്ഥലത്ത്, അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ അവിടേക്ക് ഞാൻ പോയി. ഞാൻ ശുശ്രൂഷ പറഞ്ഞു, എന്താണോ നിങ്ങളത് കാര്യങ്ങൾ ചെയ്യാൻ നോക്കി കണ്ട് ചെയ്യാൻ പറഞ്ഞു. എന്തെങ്കിലും ചെയ്യണോ? ഞാൻ പറഞ്ഞു, ആളൊന്ന് ഉറക്കാൻ പറ്റുമെങ്കിൽ ഉറക്കാം, ബാക്കി ദൈവം ചെയ്തോളൂ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സത്യത്തിൽ ആ കണ്ടത് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് അത് പൈശാചിക ബന്ധനമായിരുന്നു. ഈ മദ്യം എന്ന ഒരു പൈശാചിക ശക്തി ഈ മനുഷ്യന്റെ അസ്ഥികളിലും മാംസത്തിലും രക്തത്തിലും തലച്ചോറിലും മുഴുവൻ കയറിയിരുന്നു. പക്ഷെ കിട്ടിയിരിക്കുന്ന പിശാചിന്റെ പഠനം ഉണ്ടല്ലോ, അതങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. വേറൊരു പഠനം നമ്മുടെ തന്നെ ഇരിക്കുന്നേ. സംഭവിച്ചത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, ഈ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ, 2-3 ആഴ്ച കഴിഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ മലബാറിൽ നിന്ന് എന്നെ കാണാൻ വരികയാണ്. വരുമ്പോൾ ആള് ഞാൻ കൊടുത്തു. എന്നോട് ചോദിച്ചു, അച്ഛാ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്ന ആള്, അച്ഛനെ അറിയോ? ഞാൻ അറിയില്ല. എന്തോ അറിയില്ലേ? എന്നോട് പറഞ്ഞു, അച്ഛൻ ഇന്ന ആളാ. നമ്മൾ എന്ത് സംഭവിച്ചു? അച്ഛൻ, എനിക്ക് ആ ഒരു ആഗ്രഹം, ആ ചിന്ത എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും പോയി. കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പൊ ഈ സംഭവത്തിന് ശേഷം ഇതൊരു എനിക്കൊരു 5-5.5 വർഷമായി കാണും. ഒരു നവംബർ മാസമായി മനുഷ്യൻ ധ്യാനം കൂടുന്നത്. ഇപ്പൊ ഈ നവംബർ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് 6 വർഷമാവും ആ മനുഷ്യൻ ധ്യാനം കൂടിയിട്ട്. 6 വർഷമായിട്ട് ഒരിക്കൽ പോലും ആ മനുഷ്യൻ മദ്യപിച്ചിട്ടില്ല. ഒരിക്കൽ പോലും തിരിച്ചു പോയിട്ടില്ല. ഒരിക്കൽ. അന്ന് ഞാനൊരു കാര്യം പഠിച്ചു. ബൈബിൾ ഈശോ പറയുന്ന കാര്യങ്ങളാണ് സത്യം. ഇതിലൊരു പൈശാചിക ശക്തിയുണ്ട്. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഇത് തെറ്റായ പഠനം കയറിയപ്പോൾ, പഠനമാണല്ലോ നമ്മളെ നയിക്കുന്നത്. പഠനങ്ങളുണ്ടല്ലോ, ലോകത്തിന്റെ പഠനങ്ങൾ, അതാണല്ലോ നമ്മളെ പ്രവർത്തികളിലേക്ക് നയിക്കുന്നത്. ഇതിങ്ങനെ പഠിച്ചപ്പോൾ അങ്ങനെ ജീവിക്കുന്നു, ഇതിങ്ങനെ പഠിച്ചപ്പോൾ അങ്ങനെ ജീവിക്കുന്നു. ഇത് ശരിയാണെന്ന് എല്ലാവരും പഠിപ്പിച്ചപ്പോൾ അത് ശരിയായിട്ട് ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ ടീച്ചറായിട്ട് എടുക്കേണ്ടത് ഈശോ മിശിഹായായിരുന്നു. ബൈബിളിനെ പോലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരുണ്ട്. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നത്, കാസ ഉപയോഗിക്കുക, അതില് സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ് പറയുമ്പോൾ അതൊരു കമർപ്പ് പിടിച്ച ഒരു സംഭവം ഇവര് പറയുന്നുണ്ട്. മിക്സ്ഡ് എന്ന് പറയും. ഒരിക്കലും അത് ആൽക്കഹോളല്ല. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, പാടില്ല. യേശുവേ നന്ദി. അത് ജെറുസലേമിൽ പോയി പഠിക്കണത്. ഒരിക്കലും നമ്മൾ അത് പിശാച് കളിച്ചു. അവരത് ഇതിങ്ങനെയാണെന്ന് ആക്കിയെടുത്ത് മൊത്തം തിരിച്ചു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കണ്ണുനീരോടൊരു വചനം എഴുതി വെച്ചിരിക്കുന്നത് ഒരുപാട് മക്കൾക്ക് വേണ്ടിയിരിക്കുന്ന വചനമാണ്. 1 കൊറിന്തോസിന്റെ 6-ാം അധ്യായത്തിന്റെ 10. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവാണ് എഴുതിയിരിക്കുന്നത്. ഞാനല്ല എഴുതിയത്. കേൾക്കാൻ ചെവിയുള്ള കേട്ടാ മതി. ആരും നിർബന്ധിക്കുന്നില്ല. I'm not compelling. യേശുവേ നന്ദി, യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. കുടുംബങ്ങൾ തീർന്നു, എല്ലാം തീർന്നു. കേരള മണ്ണിൽ എത്ര എണ്ണോ ഭരിക്കുന്നറിയോ? ഞങ്ങൾ ഒത്തിരി മരണങ്ങൾ കാണുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്നാറ് തേക്കടി ഭാഗത്തേക്ക് ഈ അവധി ദിവസങ്ങളാകുമ്പോഴത്തേക്കും കേരളത്തിന്റെ പ്രത്യേകിച്ച് എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂര്, അങ്കമാലി, പരുമ്പാവൂര്, ഈ മൂവാറ്റുപുഴ, തൊടുപുഴ, ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ, കോട്ടയം പ്രദേശങ്ങൾ, ഒരുപാട് യുവാക്കള് സംഘം ചേർന്ന് ഇവർ ടൂറിന് പോകുന്നത് കുറെ തിന്മ മനസ്സ് മാത്രമുള്ള മനസ്സിലെ ഈ പോകുന്ന വഴിയിൽ അപകട മരണം ഉണ്ടാകുകയാണ്. എത്ര എണ്ണം വണ്ടി കയറി ചത്ത് പട്ടി ചാകുന്നപോലെ ഇന്ന് കേരളത്തിലെ കുറെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ചാകുന്നത്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഇടവക്കാരന് പയ്യനെ, അവന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ ഓണത്തിന് അവന് മദ്യം മേടിച്ച് കൈപ്പിടിച്ചുകൊണ്ട് ഒരു ബൈക്കിന്റെ പുറകിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു ലോറിയുടെ അടിയൊട്ടും കയറി. ഒരു 18 വയസ്സ് 19 വയസ്സുള്ള ഇവന് പോയി കാഞ്ഞുപോയി. ഇഷ്ടം പോലെ
തോരു ചാകുന്നറിയോ. ഒരുമിച്ച് ഈ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ പോയിട്ട് മദ്യപിച്ചിട്ട് പോയി കുളിക്കാനൊക്കെ ചാടിയിട്ട് മൊത്തത്തോടെ പോവാ. എത്രയാണ് നശിച്ചു പോയിട്ടും നമ്മൾ ഇതിനെ ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന തലമുറ. നാട്ടിലോട്ട് പോകുമ്പോൾ പല കുടുംബക്കാരും മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാൻ കൊണ്ടുപോകുന്നിതാ. എത്ര ജീവിതങ്ങൾ തീർന്നു. അതൊന്നും എനിക്ക് ബാധകമല്ലോ, എനിക്ക് എന്റെ സുഖ. അതല്ലാണ്ട് വേറെടുത്ത് നശിക്കുകയോ അതെനിക്കറിയേണ്ട കാര്യമില്ലത്. അച്ഛന്മാര് കുടിക്കുന്നില്ലേ, മെത്രന്മാര് കുടിക്കുന്നില്ലേ, മാർപ്പാപ്പ കുടിക്കുന്നില്ലേ, എല്ലാരും കഴിക്കുന്നില്ലേ, പിന്നെ എന്താ തെറ്റ്? ഇത് പറഞ്ഞു കൊണ്ടുപോകുന്ന മക്കളുണ്ട്. ബൈബിളിൽ ഒരു വചനം എനിക്ക് പറയാം, എനിക്കൊന്നുമില്ല, എനിക്ക് ഈശോയെ മാത്രമേ ഉള്ളൂ. ലൂക്കാ 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിവർത്തിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവേൻ. ഈ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും ഇത് നിവർത്തിക്കും. സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുവേ. എനിക്കറിയാം, യൂറോപ്പിലൊരു ഫാമിലി, ഞങ്ങളുടെ ധ്യാനത്തിന് ചെന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ആ ഫാമിലി എന്നോട് പറഞ്ഞു, അച്ഛന് ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ വരണം. ഞാൻ വരാം. അപ്പനും അമ്മയുണ്ട്. അപ്പനമ്മയും മക്കളെന്തേ? മക്കൾ 4 കുഞ്ഞുങ്ങളാ. മൊത്തത്തിൽ മോളാ. അവള് യൂണിവേഴ്സിറ്റി അതെല്ലാം ഇങ്ങനെ കഴിഞ്ഞ് പഠിത്തം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പൊ മൂത്തോള് ഒരു ടൂറിന് ഇംഗ്ലണ്ടിന് പോയിരിക്കുക. അവര് 3-4 കൂട്ടുകാർ കൂടി ഒരുമിച്ച് പോയി. ഞാൻ പറഞ്ഞു, എന്തായിരുന്നു സംഭവം? ഒന്നുമില്ല അച്ഛൻ, അവര് ഇങ്ങനെ അവരാഗ്രഹിച്ചു. ഓക്കെ. അപ്പൊ ധ്യാനം കൺവെൻഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിള്ളേർ തിരിച്ചു വന്നു. അപ്പോൾ ഈ വീട്ടിലെ മൂത്ത മോള് ഇവളെന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, അച്ഛൻ എനിക്ക് അച്ഛനൊന്ന് കാണണം. അങ്ങനെ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഏതോ പരിശുദ്ധാത്മാവ് തൊട്ടു എൻ്റെ അടുത്തു. പിന്നെ മോളെ എന്നോട് വിശേഷം, സുഖമാണോ, എന്താ കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പം പെട്ടെന്ന് കുഞ്ഞുങ്ങൾ തുറന്നു, മനസ്സൊന്ന് തുറക്കും. പക്ഷെ ഞാൻ ഒത്തിരി തകർന്ന കുഞ്ഞാഴ്ച. ഞാൻ പറയാം, എന്താ? എൻ്റെ അപ്പൻ ഒത്തിരി കുടിക്കും. അപ്പനറിയാതെ ഞാനും കുടിക്കും. ഈ മകള് പറയാ, ഞാൻ ഇപ്രാവശ്യം ടൂറിന് പോയി വെച്ചാ ഇംഗ്ലണ്ടില് ചെന്നിറങ്ങിയിട്ട് ഞങ്ങൾ 4-5 പേര് ഇപ്പം പിള്ളേർ തന്നെയാ പോയി ലോഡ്ജ് എടുത്ത് വെച്ചാ താമസിച്ചു. എന്നിട്ട് ഞങ്ങൾ അതിനുശേഷം അവരൊരു മാളിപ്പ് വെച്ചാ പോയിട്ട് ഞങ്ങൾ കുറെ വട്ടം കറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയച്ചാ അതിനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാ പറയാൻ കൊള്ളില്ല, ബാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം വെച്ചാൽ ഞങ്ങള് നൈറ്റ് ക്ലബിന് പോയച്ചാ എല്ലാം പോയി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഈ കൊച്ചു പെട്ടെന്ന് ഈ കസേരയിൽ നിന്ന് ബോധം കെട്ടങ്ങ് വീണു. പെട്ടയ്ക്ക് കെട്ടുമ്പോ പിശാച് ഞാൻ നമ്മളും തളിച്ചു, എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, മോളെ പോയി ഒന്ന് കുമ്പസാരിക്കും, കുർബാന പങ്കെടുത്തു. ഞാൻ പറഞ്ഞു, തിന്മേടശത്ത് വിട്ടു പോയിട്ടൊന്നുമില്ല, ഇതൊരു തുടങ്ങി നന്നായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തിരിച്ചു വീണ്ടും വരും, ഉറപ്പായിട്ടും വരും. ഞാൻ ആരെയും പേടിക്കുന്നില്ല. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഒരാളെ മാത്രമേ പേടിക്കുന്നുള്ളൂ, നസറായനായ യേശു ക്രിസ്തുവിനെ മാത്രം. ഒരാളുടെ മുഖം മാത്രം തെളിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ. കാരണം ഞാൻ ജീവിക്കുന്നതും മരിക്കുന്ന അവന് വേണ്ടി മാത്രമാണ്. ആരുടെ ഒന്നിന്റെ ആവശ്യം എനിക്കില്ല, ഒന്നിന്റെ ഇല്ല. ഒരു ഹെൽപ്പിന്റെ ആവശ്യമില്ല. ദൈവം അനുഗ്രഹിച്ച് ദൈവം എല്ലാം തന്നിട്ടുണ്ട്, ആവശ്യത്തിലും കൂടുതലും. യേശുവേ നന്ദി. ഒറ്റ ആഗ്രഹമുള്ളൂ, ആത്മാക്കൾ നശിച്ചു പോകരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രം. അപ്പോൾ പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചകൾ മാറാൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. എന്നാൽ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും ഇത് നിബന്ധിക്കും. സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുവിൻ. ഞാൻ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഒരു സംഭവം പറഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ മാറിപ്പോയി. അതിലേക്ക് കൊണ്ടുവരിക. പരിശുദ്ധാത്മാവ് എന്നെ എല്ലാം ഉറപ്പിക്കും.
മറൈൻ ഡ്രൈവ് കൺവെൻഷനെ വെച്ച് ഞാൻ പറഞ്ഞു, ഒരു ഫാമിലി, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾ, ഡ്രൈവറിന്റെ വൈഫും കൂടെ വന്ന് പ്രാർത്ഥിച്ചെന്ന്. മോള് ഒരു മുസ്ലിം യുവാവിനെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ആരാധന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ അതിരത്തിലൂടെ പറഞ്ഞു, ഇതേ ഒരു കുടുംബത്തിൽ, ഒരു ഡ്രൈവറുടെ കുടുംബത്തിൽ, ഇങ്ങനെ ഒരു ഡ്രൈവറുടെ കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നു. ജ്ഞാനം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. ആ കുടുംബത്തിൽ കർത്താവ് ഇടപെട്ടു. ഡ്രൈവറിന്റെ മകളുടെ കാര്യത്തില് കർത്താവ് ഇടപെട്ടു. ഈ കുഞ്ഞ് ആ പാപകരമായ ബന്ധം ഉപേക്ഷിച്ചു. കംപ്ലീറ്റ് ഉപേക്ഷിച്ചു. ആ കൊച്ചു തിരിച്ചു വന്നു. കംപ്ലീറ്റ് വന്നു. അന്ന് ആ കർത്താവ് അവളുടെ കുടുംബത്തിൽ ഇടപെടാൻ കാരണം ആ അപ്പനും അമ്മയും ആ ദിലികാരന്റെ ആരാധനയിലും കുമ്പസാരത്തിലും വചനത്തിലും ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും കള്ളത്തരമില്ലാതെ കുമ്പസാരിക്കുകയും ചെയ്തു. ഈശോ ഇടപെടുന്നുണ്ടോ? അന്നും ഇന്നും എന്നും ഇടപെടും. പക്ഷേ മൈ മൈൻഡ് ഷുഡ് ബി ഹോളി. യേശുവിനെ എളിമ കൊണ്ട് നിറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന് ഇടപെടാൻ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. താഴ്മയുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഇന്ന് ഇടപെടുന്ന, പക്ഷേ ഒരു നോക്കി കണ്ട് ഇടപെടാറ്. ദാവീദിനെ നമുക്ക് ദൈവം തെരഞ്ഞെടുക്കുന്ന തൊട്ടു മുമ്പ് ജസ്സയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, ജസ്സ എന്ന് പറയുന്ന ഈ ദാവീദിന്റെ പിതാവ് ആദ്യം കൊണ്ടുവന്ന് ഏലിയാബ് എന്ന് പറയുന്ന ഒരുവനെയാണ് കൊണ്ടുവരുന്നത്. ഏലിയാബിനെ ഇസ്രായേലിന്റെ രാജാവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും കൊണ്ടുവരുന്നത്. മൂത്ത മകൻ, നല്ല ശരീരമുള്ളവൻ, നല്ല ബുദ്ധിയുള്ളവൻ, നന്നായിട്ട് യുദ്ധം ചെയ്ത് നന്നായിട്ട് പരിശീലനം കിട്ടിയാണ്, നല്ല മെയ്വഴക്കമുള്ള പയ്യൻ, നല്ല മിടുക്കനുമുണ്ട്, നല്ല ഉയരവും നല്ല ശരീരവും, അവരുടെ നിരവധി യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളവനാ. അപ്പൊ ഇവനെ പിടിച്ച് ഇസ്രായേലിനെ രാജാവാക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്. അപ്പോൾ ഇവനെ കാണുമ്പോൾ സാമൂഹ്യ പറയുന്നുണ്ട്, അതായത് ഇവനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക, ഇവനെ ആയിരിക്കും ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്നത് എന്ന് സാമൂഹ്യ പ്രവാചകൻ ചിന്തിക്കുക. ഉടനെ തന്നെ ദൈവം സാമൂഹ്യനോട് പറയാ, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവനെ ഞാൻ തിരസ്കരിച്ചത്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവമാകട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവമാകട്ടെ ഹൃദയഭാവത്തിലും. അങ്ങനെയാണ് ദാവീദ് എന്ന് പറയുന്ന ആളിനെ കൊണ്ടുവരുന്നത്. അവനെ കണ്ടപ്പോഴേ ആത്മാവ് സാമൂഹ്യനോട് പറഞ്ഞു, എഴുന്നേറ്റ് തൈലമൊഴിച്ചവനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പറയുക. അപ്പൊ ദൈവം ഹൃദയം നോക്കി. അവിടെ ഇവിടെ ഇരിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് അനുഗ്രഹം, നമുക്കെല്ലാം അനുഗ്രഹം കിട്ടും. രണ്ട് കാര്യം ചെയ്താൽ മതി. നന്നായിട്ട് എളിമപ്പെടുക. ബൈബിളിൽ എളിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, തലകുലിച്ച് കുടിച്ച് നടക്കുന്നതോ ഇങ്ങനെ ഭാവത്താൻ കളിച്ച് നടക്കുന്നൊന്നും അല്ല എളിമ. ഓരോരുത്തരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത് എല്ലാം ചെയ്യുന്ന എളിമ. ആർക്കാരുണ്ട്? എലീശ പ്രവാചകൻ തന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് സിറിയക്കാരനായ നാമാൻ, സിറിയൻ സൈന്യത്തിന്റെ സർവസൈനാധിപനായ നാമാൻ വരുന്നത്. അപ്പൊ നാമാന്റെ ഭൃത്യം വന്നിട്ട് കയറി വന്നിട്ട് എലീശയോട് പറയും, എലീശായെ, സിറിയ രാജ്യത്തിന്റെ സർവസൈന്യാധിപൻ അങ്ങേ കാണാനെത്തിയിരിക്കുന്നു, ആൾക്ക് കുഷ്ഠരോഗ. ഉടനെ VIP എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഭക്തിപൂർവ്വം സ്വീകരിക്കാനല്ല അപ്പോൾ അവനോട് പോയിട്ട് 7 പ്രാവശ്യം യോർദാൻ നദിയിൽ പോയി കുളിക്കാൻ പറയുക. എളിമപ്പെടാനാ പറഞ്ഞത്. അപ്പൊ ഉടനെ നാമാൻ പറയുന്നുണ്ട്, ഞാനിതെല്ലാം വിചാരിച്ചത് പ്രവാചകൻ ഇറങ്ങി വന്നിട്ട് എന്നെ ആഘോഷപൂർവ്വം സ്വീകരിച്ചിരുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയത്. അല്ലാണ്ട് എന്റെ നാട്ടിലല്ല നദികളില്ലാത്തതിനാണോ ഇവിടെ യോർദാനിൽ ഇറങ്ങി കുളിക്കാൻ പറയുന്നത്? അവനെ എളിമപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. എളിമപ്പെട്ടാലേ സൗഖ്യം കിട്ടുള്ളൂ. ചെറുതാകാതെ സൗഖ്യം കിട്ടത്തില്ല. കർത്താവ് ഇടപെടില്ല. അപ്പം ഭൃത്യം കാല് പിടിച്ചു പറഞ്ഞു, ഈ പ്രവാചകൻ കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, ആകെ പറഞ്ഞത് 7 പ്രാവശ്യം കുളിക്കാനല്ലേ, ഒന്ന് ചെയ്യ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഭൃത്യം നിർബന്ധി, എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുപോയി എളിമപ്പെട്ട് അവനവന്റെ വസ്ത്രമൊക്കെ മാറ്റി അവനാ
യോർദാൻ നദിയിലൊട്ടി ഇറങ്ങങ്ങ് ചെറുതായി. സർവ്വസൈന്യാധിപൻ എന്നുള്ള അഹംഭാവം പോയിട്ട് സാധാരണക്കാരനായിട്ട് മാറിയപ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ചൈതന്യം വരുന്നതും അവന്റെ മേലുള്ള കുഷ്ഠരോഗം വിട്ടുപോവുകയും ചെയ്തതേ. എളിമപ്പെടുന്നവന് മാത്രമാണ് അഭിഷേകം കൊടുക്കുന്നത്.